ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, ഉംദത്തുൽ അഹ്കാമിലെ കിതാബുൽ ബുയൂ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കച്ചവടവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം മനസ്സിലാക്കിയത് നിഷിദ്ധമാക്കപ്പെട്ട കച്ചവട ഇനങ്ങളെക്കുറിച്ചിട്ടാണ്. ഒരുപാട് തരത്തിലുള്ള കച്ചവട ഇനങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽപ്പെട്ടൊരു ഇനമായിരുന്നു നാം മനസ്സിലാക്കിയത് മുസാബന എന്ന് പറയുന്ന ഒരു രീതി. ഈത്തപ്പഴ കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമായിരുന്നു അത്. അഥവാ മരത്തിലുള്ള പഴുത്ത ഈത്തപ്പഴം അതിനു പകരമായി അതിനു പകരമായി ഉണങ്ങിയ കാരക്കയുമായി ഇടപാട് നടത്തുക. പണം അവിടെ ഇല്ല, ഈത്തപ്പഴവും തമ്മിലാണ് ഇടപാട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ ഹദീസിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അഥവാ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും തൂക്കം ഒരുപോലെയാകുകയില്ല എന്നുള്ളതാണ്. ഈത്തപ്പഴം എന്ന് പറയുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട കാര്യമാണ്. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കൾ പരസ്പരം കൈമാറ്റം ചെയ്യുമ്പോൾ അതിൻ്റെ തൂക്കവും അളവുമൊക്കെ, അളവ് അളക്കുന്നതാണെങ്കിൽ അളവ്, തൂക്കുന്നതാണെങ്കിൽ തൂക്കം അത് ഒരേപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഈത്തപ്പഴത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് തൂക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഈത്തപ്പഴത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കുക, അതിൽ പലിശ വരുന്നുണ്ടോ ഇല്ല എന്നൊക്കെ പരിഗണിക്കുക. അത് കയ്യിൽ നോക്കിയിട്ട്, അത് തൂക്കിയിട്ടാണ് ഇന്ന് ആളുകൾ അളന്നിട്ടാണ് ഇന്ന് ആളുകൾ അത് തൂക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞത് പഴുത്ത ഈത്തപ്പഴവും ഉണങ്ങിയതും തമ്മിൽ മാറ്റം ചെയ്യുമ്പോൾ അത് ഒരേ പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്താലും നമുക്കറിയാം ഈ പഴുത്തത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാകും, അത് കുറയുന്നതായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന പലിശക്കാണ് റിബ അൽ ഫദൽ എന്ന് പറയുന്നത്. അഥവാ അതിൻ്റെ എണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ തൂക്കത്തിൻ്റെയോ ഒക്കെ വ്യത്യാസത്തിലുണ്ടാകുന്ന, തൂക്ക വ്യത്യാസത്തിൻ്റെ അല്ലെങ്കിൽ അളവ് വ്യത്യാസത്തിലുണ്ടാകുന്ന പലിശ എന്ന് പറയുന്നത് അതാണ്. അത് റിബൽ ഫദൽ, അത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിൽ നിന്നും ഒരു ഇളവ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഹദീസിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അറായ എന്ന് പറയുന്ന, അതിലൊരു ഇളവ് നൽകിയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത അധ്യായം. ഷെയ്ഖ് അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം അടുത്ത അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തത് അതാണ്. ബാബുൽ അറായ വ ഗൈരി ദാലിക്. ബാബുൽ അറായ വ ഗൈരി ദാലിക്, അറായയുടെയും അതേപോലെ മറ്റു ചില കാര്യങ്ങളുടെയും അധ്യായം എന്നാണ്. കാരണം അദ്ദേഹം അറായയുമായി ബന്ധപ്പെട്ട, അഥവാ ഈ ഈത്തപ്പഴത്തിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട 2 ഹദീസുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഹദീസുകളെല്ലാം വ്യത്യസ്ത വിഷയങ്ങളിലാണ്. അത്തരം സമയങ്ങളിൽ അദ്ദേഹം അത്തരം ഗ്രന്ഥങ്ങളിൽ തലക്കെട്ട് ഈ രൂപത്തിൽ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാത്ത വിഷയങ്ങളും ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഹദീസ്, അൻ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലിസാഹിബിൽ അരിയതി അൻ യബീഅഹ ബിഖർസിഹ വലിമുസ്ലിമിൻ ബിഖർസിഹ തംറൻ യഅകുലൂനഹ റുതബ. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസിൽ പറയുന്നത് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ഫിൽ ബൈഇൽ അറായ ഫി 5 ഔസുഖിൻ ഔ ദൂന 5 ഔസുഖ്. എന്താണ് ഹദീസിന്റെ വാചകങ്ങൾ പറഞ്ഞു തരുന്നത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലെ വലിയ ഫഖീഹായ വലിയ പണ്ഡിതനാണ്. മദീനയിൽ ഉണ്ടായിരുന്ന അൽ ഫുഖാഹു സബഅ, 7 ഫുഖഹാക്കൾ, 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അതിലേറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് മഹാനായ സഹാബി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിലൊക്കെ, പല വിഷയങ്ങളിലും സഹാബികൾക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലിസാഹിബിൽ അരിയ അൻ യബീഅഹ ബിഖർസിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബുൽ അരിയ, അഥവാ ഈ അറായ എന്ന് പറയുന്ന കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക്, ആ രൂപത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് അനുവദിച്ചിരിക്കുന്നു. അൻ യബീഅഹ ബിഖർസിഹ, ഏകദേശ തൂക്കം കണക്കാക്കിയിട്ട് അത് കച്ചവടമാക്കുക എന്നുള്ളത്. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ ബിഖർസിഹ തംറൻ, അത് ഉണങ്ങിയ ഈത്തപ്പഴം ഉണങ്ങിയ കാരക്കയോട് ഏകദേശം തൂക്കം കണക്കാക്കുക.
യഅ്കുലൂനഹ റുതബൻ, എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ആ പച്ച ഈത്തപ്പഴം കഴിക്കാമെന്നുള്ളതാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈത്തപ്പഴം തമ്മിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് അത് ഒരേ അളവായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണങ്ങിയതും പച്ചയും തമ്മിൽ പരസ്പരം ഒരേ പാത്രത്തിൽ തൂക്കി അങ്ങനെ കൊടുക്കാൻ സാധിക്കുകയില്ല, അതെങ്ങനെയും സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അതിലൊരു ഇളവായിട്ട് സാധുക്കളായ ആളുകൾക്ക്, അഥവാ കർഷകരാണ് ഈത്തപ്പഴമൊക്കെ കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങിയിട്ട് കൃഷി ചെയ്തിട്ട് വിൽക്കുന്ന സാധുക്കളായ ആളുകൾ, അവരുടെ കയ്യിൽ വേറെ പഴുത്ത ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹം അവർക്കുണ്ട്. അത് വാങ്ങാനായിട്ട് അവരുടെ കയ്യിൽ ദിർഹമോ ദീനാറോ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഉണങ്ങിയ കാരക്ക മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പം അത് മുഖേന അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇളവ് നൽകിയിരിക്കുകയാണ്. ചില നിബന്ധനകൾ അതിന് പറയുന്നുണ്ട്, 5ഓളം നിബന്ധന പറയുന്നുണ്ട്. ആ നിബന്ധന പാലിക്കപ്പെടുകയാണെങ്കിൽ ഈ ഉണങ്ങിയ കാരക്ക കൊടുത്തിട്ട് മരത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന പഴുത്ത ഈത്തപ്പഴം വാങ്ങി അവർക്ക് കഴിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പം അതിൽ പറഞ്ഞ നിബന്ധനകൾ: 1, അൻ യകൂന അൽ മുഷ്തരി മുഹ്താജൻ ലിറുതബ്. ഒന്നാമത്, ഈ വാങ്ങുന്ന വ്യക്തിക്ക് ഈ റുതബ് ആവശ്യമുള്ളത് കൊണ്ട് വാങ്ങിക്കുകയായിരിക്കണം. ചില പണ്ഡിതന്മാർ തഫഖുഹ്, അവർക്കതുകൊണ്ട് ഉപയോഗിക്കാൻ എന്നാണ്. അഥവാ കച്ചവടത്തിന് അത് പറ്റൂല. ഇവരിതിങ്ങനെ വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് മറിച്ചു വെക്കുക എന്നുള്ള നിലക്കാണെങ്കിൽ അത് പറ്റൂല, മറിച്ച് ഇയാൾക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നിബന്ധന, അല്ലാ യകൂന ഇൻദഹു ദറാഹിം യശ്തരി ബിഹ. ഇയാളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ, ദിർഹമോ ദീനാറോ ഉണ്ടെങ്കിൽ അനുവദനീയമല്ല എന്നാണ്. അതായത് ഇയാളുടെ കയ്യിൽ വാങ്ങാൻ പണമില്ലാത്തത് കൊണ്ട് ദീനിൽ നൽകിയിട്ടുള്ള ഒരു ഇളവാണ്. അപ്പോൾ ദീനിന്റെ നിയമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ ഉണങ്ങിയ ഈത്തപ്പഴം കൊണ്ട് ഒരിക്കലും പഴുത്ത ഈത്തപ്പഴം വാങ്ങാൻ പാടില്ല എന്നാണെങ്കിൽ, ഇയാളുടെ കയ്യിൽ പണവുമില്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് ചിലപ്പോൾ നല്ല പഴുത്ത ഈത്തപ്പഴം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുന്ന സമയത്ത് അവർക്ക് അത്തരം റുതബുകൾ കഴിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ പണമില്ലാത്ത ആളുകൾക്ക് മാത്രമായിട്ട് നൽകിയ ഇളവാണ്. അല്ലാ യകൂന ഇൻദഹു ദറാഹിം യശ്തരി ബിഹ. അത് വാങ്ങാനുള്ള പണമൊന്നും അയാളുടെ കയ്യിൽ ഇല്ലാതിരിക്കണം. 3, അൻ യകൂന അൽ മബീഉ മുഖദ്ദറൻ ബികൈലിഹ ബഅദ അൻ തൈബസ് ഐ ബഅദ അൻ തകൂന തംറ. അതായത് ഏകദേശ കണക്ക് ഇത് കണക്കാക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു ഈന്തപ്പന കൊല കണ്ടു, അല്ലെങ്കിൽ ഒരു ഈന്തപ്പന മരത്തിലുള്ള മുഴുവൻ ഈത്തപ്പഴവും, ഇത് ഏകദേശം നമുക്ക് കണക്കാക്കിയിട്ട് അതിൻ്റെ ഖിബ്റത്തുള്ള, അതിൻ്റെ പരിചയ സമ്പന്നരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, ഏകദേശം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാരക്കയായി മാറുന്ന സമയത്ത് അത് ഇത്ര നമുക്ക് കിട്ടും, ഇത്ര കിലോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ കിട്ടും എന്ന് ഏകദേശം ഒരു കണക്കുണ്ടായി. ഉദാഹരണത്തിന് ഒരാൾ പറയാണ് അതൊരു 10 സാ നമുക്ക് കിട്ടും. ഒരു സാ എന്ന് പറഞ്ഞാൽ നമ്മൾ 4 പ്രാവശ്യം കൈകൊണ്ട് കോരിയിടുന്നതാണ് ഒരു സാ. നമ്മൾ അരിയുടെ ഒക്കെ കണക്ക് പറയുമ്പോൾ ഏകദേശം 3 കിലോ ആണ്. ഈത്തപ്പഴത്തിലൊക്കെ അത് വ്യത്യാസം ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരാൾ പറയണം 10 സാ അത് ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും, 10 സാ ഉണക്കക്കാരൊക്കെ കൊടുത്തിട്ട് അതിന് കണക്കായിട്ട് എന്ത് ചെയ്യും, അത് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പം അതങ്ങനെ കണക്കാക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻ യബീഅഹ ബിഖർസിഹ. ഖർസ് എന്ന് പറഞ്ഞാൽ തഖ്ദീർ, അത് കണക്കാക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവനത് വാങ്ങിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. 4ാമത്തെ കാര്യം, അൻ യഅ്കുലഹൽ മുഷ്തരി ലാ അൻ യുബ്ഖിയഹ ഹത്താ തുത്മിർ. ഇയാളിത് വാങ്ങിയിട്ട് പിന്നീട് അത് കഴിക്കാൻ തന്നെ ആയിരിക്കണം, അത് തമ്രാക്കാൻ, അതല്ലെങ്കിൽ ഉണക്കക്കാരൊക്കെ ആക്കാൻ വേണ്ടി അയാൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. അതായത് അങ്ങനെ ഉണ്ടാക്കി പിന്നീട് അത് വിൽക്കുക മറ്റൊക്കെ അത് പാടില്ല. 5, അൻ തകൂന ഫീമാ ദൂന 5 ഔസുഖിൻ ഔ ഫീ 5 ഔസുഖിൻ. 5 ഔസുഖിന്റെ താഴെ മാത്രമേ അനുവാദം നൽകുന്നുള്ളൂ. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞത്, റഖസ ഫീ ബൈഇൽ അറായ ഫീ 5 ഔസുഖിൻ ഔ ദൂന 5 ഔസുഖ്. ഒന്നുകിൽ 5 വിസ്ക് അല്ലെങ്കിൽ 5 വിസ്ക് താഴെ മാത്രമേ പറ്റുള്ളൂ എന്നാണ്. ഒരു വിസ്ക് എന്ന് പറയുന്നത് പഴയ അളവാണ്. 60 സാഇനാണ് ഒരു വിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ 5 ഔസുഖ് എന്ന് പറഞ്ഞാൽ 300 സാ ഉണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കേണ്ട അളവാണ്. ഒരാളുടെ കയ്യിൽ ധാന്യമോ ഏതോ ആകട്ടെ ഈ 5 ഔസുഖ് ഉണ്ടാകുമ്പോൾ 300 സാ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്. കൃഷി ചെയ്തുകൊണ്ട് ഒരു വർഷം 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 1-2 പ്രാവശ്യമൊക്കെ വിളവെടുപ്പ് ഉണ്ടാകുന്ന ഏതുവാണെങ്കിലും മൊത്തം ആ വർഷം കിട്ടിയത് എത്രയെന്ന് നോക്കും. അപ്പോൾ ഏകദേശം 5 ഊക്കിയ എന്ന് പറഞ്ഞാൽ 5 ഔസുഖ് എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വരും, അത് 300 സാ വരും. കാരണം 60 സാ ആണ് വരുന്നത്. അപ്പം അത്രയും ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയുന്നത് അത്രയും താഴെ മാത്രം വാങ്ങുകയാണെങ്കിലേ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അയാൾക്ക് അത് അനുവാദം ഉണ്ടാകുകയുള്ളൂ. വലിയൊരു ക്വാണ്ടിറ്റി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഉണക്കക്കാരൊക്കെ കൊടുത്തിട്ട് പച്ച ഈത്തപ്പഴം അല്ലെങ്കിൽ പഴുത്ത ഈത്തപ്പഴം അത് വാങ്ങിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഈ ഹദീസിൽ കാണുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലിസാഹിബീൻ എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകി എന്ന് പറയുന്നുണ്ട്. റഖസ ലിസാഹിബിൽ അരിയ
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇളവ് നൽകി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അസ്ല് അതിൻ്റെ അടിസ്ഥാനം അത് നിഷിദ്ധമാണ് എന്നാണ്. അഥവാ പഴുത്ത കാരക്ക ഒരിക്കലും ഉണക്ക കാരക്ക കൊടുത്ത് വാങ്ങാൻ പാടില്ല എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് ഇതെല്ലാ വിഷയത്തിലും ഇതേ ഹുക്കുമ് തന്നെയാണ് എന്നാണ്, ഈത്തപ്പഴത്തിൻ്റെത് മാത്രമല്ല എന്നാണ്. ചില പണ്ഡിതന്മാർ ഈത്തപ്പഴം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ മുന്തിരി ആകട്ടെ, നല്ല പഴുത്ത മുന്തിരി അത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉണക്ക മുന്തിരി കൊടുത്തിട്ട് വാങ്ങാൻ പറ്റൂല. ഒരാളുടെ കയ്യിൽ ഒരു ചാക്ക് ഉണക്ക മുന്തിരി ഉണ്ട്, അപ്പോൾ ഒരു തോട്ടത്തിൽ കുറേ പഴുത്ത മുന്തിരി ഉണ്ട്. അപ്പോൾ ഈ ഉണക്ക മുന്തിരിക്ക് പകരം ആ പഴുത്ത മുന്തിരി വാങ്ങുക എന്നുള്ളത് അസ്ൽ അതിൻ്റെ പാടില്ല. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും ആവശ്യങ്ങൾ, ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടുകയാണെങ്കിൽ ആ കുറഞ്ഞ അളവിൽ 5 വിസ്ക് അല്ലെങ്കിൽ 5 ഔസുഖ് അത്ര അളവിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങാമെന്നാണ്. അതേപോലെ തന്നെയാണ് മറ്റ് ധാന്യങ്ങളൊക്കെ ഉണങ്ങിയത് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് അയാൾക്ക് പച്ച ആവശ്യമുള്ള വസ്തുക്കൾ ഉണ്ടാകാം, അത് എന്ത് ചെയ്യാം, ആ നിലക്ക് വാങ്ങാമെന്നാണ്. അതല്ല എങ്കിൽ അസ്ൽ അത് വാങ്ങാൻ പാടില്ല. കാരണം അത് ഒരേപോലെ അളന്നാലും ശരി അത് എന്തുണ്ടാവും, അതിൻ്റെ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാകും, അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ഉണങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വ്യത്യാസം അത് പ്രതിഫലിക്കും. അത് ഒരു പൊതുവായിട്ടുള്ളൊരു അസ്ലാണ്. ഒരേ ഇനത്തിൽപ്പെടുന്ന വസ്തുക്കൾ വാങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരേ തൂക്കം ഉണ്ടാകണം എന്നുള്ളത്. അത് റിബയുമായി ബന്ധപ്പെട്ട്, പലിശയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അധ്യായം ബാബുർ റിബ വരുന്നുണ്ട്. അവിടെ നമുക്കത് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാവുന്നതാണ്. സ്വർണ്ണമൊക്കെ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. അടുത്ത ഹദീസ് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതാണ് അദ്ദേഹം ബാബുൽ അറായ വഗൈരിഹി, അറായ അല്ലാത്ത, ഈ വിഷയമല്ലാത്ത മറ്റ് കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ താഴെ ഉൾക്കൊള്ളിക്കാവുന്ന ഹദീസുകളാണ്. കാരണം വ്യത്യസ്ത വിഷയങ്ങളാണ് പിന്നീട് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ബാഅ നഖ്ലൻ ഖദ് ഉബ്ബിറത് ഫസമറുഹാ ലിൽബായ ഇല്ലാ അൻ യശ്തരിത അൽമുബ്തഅ വലിമുസ്ലിമിൻ മൻ ഇബ്തഅ അബ്ദൻ ഫമാലുഹു ലില്ലദീ ബാഅഹു ഇല്ലാ അൻ യശ്തരിത അൽമുബ്തഅ. ഇവിടെ പറയുന്നത് ആരെങ്കിലുമൊക്കെ മൻ ബാഅ നഖ്ലൻ, ആരെങ്കിലുമൊക്കെ ഒരു ഈന്തപ്പന വാങ്ങുകയാണ്, വിൽക്കുകയാണ്. ആരെങ്കിലും ഒരു ഈന്തപ്പന വിൽക്കുന്നുണ്ട്, അയാളുടെ കയ്യിലുള്ള ഈന്തപ്പന തോട്ടത്തിലുള്ള ഒരു ഭാഗം ഈന്തപ്പന മരങ്ങൾ അയാൾ വിൽക്കുകയാണ്. അത് നേരത്തെ അയാൾ ഖദ് ഉബ്ബിറത് അയാൾ അതിൻ്റെ പരാഗണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. ഇപ്പോൾ ഈത്തപ്പഴം അത് കൊലക്കുന്നതിന് വേണ്ടിയിട്ട് അത് പരാഗണം ചെയ്യും. പരാഗണം 2 രൂപത്തിൽ നടക്കാറുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പോളിനേഷൻ എന്ന് പറയുന്ന കാര്യം 2 രൂപത്തിൽ നടക്കാറുണ്ട്. ഒന്നുകിൽ അത് കാറ്റ് തന്നെ, ഇപ്പോൾ ഇത് ഈന്തപ്പനയാകട്ടെ, മറ്റേത് ഈ രൂപത്തിൽ ചെടികളാകട്ടെ, അത് ആൺവർഗവും പെൺവർഗവും ഉണ്ട്. അപ്പോൾ കാറ്റിൽ ഈ പെൺവർഗത്തിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ചില പൊടികൾ, പൂമ്പൊടികൾ, അത് പോയി ആൺവർഗത്തിൻ്റെ ആ ഇതിലേക്ക് വീഴുകയും അങ്ങനെയാണ് അതിൽ എന്തുണ്ടാകുന്നത്, കായ്കനികൾ ഉണ്ടാകുന്നത്. അപ്പം ആ രീതിയാണ്. അപ്പം അത് സംഭവിക്കുന്നതായിരിക്കും. പക്ഷേ അത് മനുഷ്യന്മാർ തന്നെ പരാഗണം ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി ഫലവത്തായിട്ട് നല്ല രീതിയിൽ കായ്ക്കാൻ കാരണമാകും. അത് കർഷകർ അത് ചെയ്യുന്ന കാര്യമാണ്. തൽഖീഹ് എന്ന് പറയും, അല്ലെങ്കിൽ ഈ രൂപത്തിൽ തഅ്ബീർ എന്ന് പറയും. അതൊക്കെ സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട, പരാഗണവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാണ്, അയാളുടെ തോട്ടത്തിലൊക്കെ പരാഗണമൊക്കെ നടത്തി വെച്ചിട്ടുണ്ട്. പരാഗണമൊക്കെ നടത്തി അങ്ങനെ അതിൽ ഈന്തപ്പന മരങ്ങളൊക്കെ കൊലച്ചു, നന്നായി ഈത്തപ്പഴമൊക്കെ ഉണ്ടായി. ഈ സമയത്താണ് ഒരാൾ വിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രത്യേക എക്സെപ്ഷണൽ കേസാണ് ഫസമറുഹാ ലിൽബായ, വിറ്റവന് തന്നെ അതിൻ്റെ കായ്കനികൾ എടുക്കാം എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ തോട്ടം വിറ്റ് കഴിഞ്ഞാൽ ഈത്തപ്പഴം എനിക്ക് വേണമെന്ന് പറയാൻ കഴിയൂല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു വസ്തു വിറ്റ് കഴിഞ്ഞാൽ, ഒരു ഉസൂൽ വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന താഴെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കാണോ വിറ്റത് അയാൾക്ക് തന്നെ അവകാശമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നീട് കിണർ എൻ്റെതാണെന്ന് പറയാൻ പറ്റൂല, അല്ലേ? നമ്മൾ വീട് വിറ്റ് കഴിഞ്ഞാൽ ആ വീടുമായി താപ്യമായിട്ട് പോകുന്ന അതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളൊക്കെ അയക്കാണ്. പിന്നീട് വന്നിട്ട് എൻ്റെ വാതിൽ ഞാൻ പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. നാട്ടു നടപ്പിനും എതിരാണ്, അത് കച്ചവടത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കും എതിരാണ്. കാരണം വീട് എന്ന് പറഞ്ഞത് വാതിൽ വേണ്ട കാര്യമാണ്, ഈ രൂപത്തിലൊക്കെ വേണ്ടതാണ്, അതിൻ്റെ കൂടെ ഉള്ള കാര്യമാണ്. എന്നാൽ അതല്ലാത്ത എക്സ്ട്രാ ഫിറ്റിംഗ് വല്ലതും ഇയാൾ വെച്ചതാണെങ്കിൽ അയാൾക്ക് ഒന്നെടുക്കാം, അല്ലേ? അയാളുടെ വീട്ടിൽ അയാൾ ഒരു ബൈക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ വീട് വിറ്റു എന്ന് പറഞ്ഞിട്ട് ബൈക്ക് എടുക്കാൻ ചിലപ്പോൾ അയാൾ മറന്നു വെച്ചിട്ടുണ്ടാവും. സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിറ്റീട് വന്നതിനാൽ ഇല്ല ഇത് എനിക്ക് സ്കൂട്ടർ ഈ വീട്ടിൻ്റെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് വേറെ തന്നെയാണ്, മുസ്തഖില്ലായി വേറെ തന്നെയുള്ള വസ്തുവാണ്. എന്നാൽ അയാൾ പിന്നീട് വന്നിട്ട് ഒരു ഓട്ടും വീടാണെങ്കിൽ ഓടൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്, ഈ ഓടൊക്കെ ഞാൻ ഇളക്കിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാലോ അത് പറ്റൂല. നിങ്ങൾ വേണമെങ്കിൽ വേറെ ഓട് വെച്ചോളൂ എന്ന് പറഞ്ഞാലോ അത് ശരിയാവില്ല. അല്ലെങ്കിൽ അയാൾ പറയുകയാണ് ഈ കിണറിൻ്റെ ഉപയോഗം എനിക്ക് വേണം, ഞാൻ ഇതിൻ്റെ നിന്ന് പമ്പിട്ടിട്ട് ഞാൻ പൈപ്പ് അടിച്ചിട്ട് അത് വേറെ ആളുകൾക്ക് കൊടുക്കും, അത് നിങ്ങൾക്ക് തരില്ല എന്ന് പിന്നീട് ഒന്നും പറയാൻ പറ്റൂല. കാരണം നാട്ടു നടപ്പിൽ ഉറഫിൽ തന്നെ അറിയപ്പെട്ടതാണ്, ഒരു വീട് വെക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ
കിണറും എന്ത് ചെയ്യും, അത് വിൽക്കപ്പെടും എന്നുള്ളത്. അതല്ലാത്ത വസ്തുക്കളാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെയാണ് കാറിൻ്റെ ഒക്കെ പണ്ഡിതന്മാർ പറയാം. ഇപ്പോൾ കാറ് വെക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പറയുകയാണ് ഈ ടയറൊക്കെ എനിക്ക് വേണം, ഞാൻ വേണേൽ വേറെ ടയർ ഇട്ടുതരാം, ഇത് ഞാൻ വില കൊടുത്ത്. കച്ചവടം ആയതിനു ശേഷമാണ് പറയുന്നത്. അയാൾക്ക് ആദ്യം വേണം എന്ത് ചെയ്യാം, തീരുമാനിക്കാം. വിൽക്കുന്ന സമയത്ത് തന്നെ അയാൾ പറയും ഈ ടയർ ഞാൻ എടുക്കും, കാരണം ഈ അലോ വീല് ഞാൻ ഇത്ര റുപ്യക്ക് മാറ്റിയതാണ്, അത് ഞാൻ എടുക്കും, പകരം ഞാൻ ആദ്യത്തെ ടയർ പഴയ ഒറിജിനൽ ടയറുണ്ട് അത് തരും എന്ന് ആദ്യം പറയുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഒരാൾ വിറ്റ് കഴിഞ്ഞിട്ട് പോയിട്ട് പറയണം ആ ടയർ എനിക്ക് വേണം, അതല്ലെങ്കിൽ അതിൻ്റെ ഇന്നത് വേണം, അതിൻ്റെ സീറ്റ് ഞാൻ ഊരിയെടുക്കുകയാണ്, ഞാൻ വേറെ സീറ്റ് കൊണ്ടെന്നാണ്, അത് പറ്റൂല. കാരണം ഒരു കാര്യം വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം ഉസൂല് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ സിമാറുകളെല്ലാം അതിൻ്റെ കൂടെ പോകുമെന്നാണ്. അത് ബൈഉൽ ഉസൂലി വസ്സിമാർ എന്ന് പറയുന്ന ഒരു അധ്യായം കൂടിയാണ്. അതായത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അത് വിൽക്കുക എന്നുള്ളതാണ്. ഫസ്ൽ അങ്ങനെ തന്നെയാണ്, ഈ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവങ്ങളൊക്കെ നടക്കുക. പക്ഷേ ഇവിടെ പരാഗണം ചെയ്ത ആ തോട്ടത്തിലെ ഈന്തപ്പനകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇളവ് നൽകുകയാണ്. കാരണം ഇതൊരു ശ്രമകരമായ ഒരു പണിപ്പെട്ട് അയാൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് കൊലച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ അയാൾക്ക് അതിനോടുള്ളൊരു ബന്ധം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ഇളവ് നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഇല്ല അൻ യശ്തരിത്തൽ മുബ്താ എന്ന് പറഞ്ഞാൽ മുഷ്തരി, വാങ്ങുന്നവനൊരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിബന്ധന സ്വഹീഹാണ്, അത് ദീൻ അംഗീകരിക്കുന്നു. അയാൾ വാങ്ങുമ്പോൾ തന്നെ പറയാണ് എനിക്ക് അതിൻ്റെ മേലെയുള്ള ഈന്തപ്പന കൂടി വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ അയാൾ പറയും എന്നാൽ ഇത്രയ്ക്ക് ഞാനത് വിൽക്കാം, അതോടൊപ്പം തന്നെ വിൽക്കാം. അതല്ല എങ്കിൽ അസ്സൽ എന്താണ്, ഇവിടെ ഒരു പ്രസക്തി എന്താണ്, ഒരാൾ വിൽക്കുകയാണ്, ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും വന്നിട്ട് അത് എടുക്കാൻ പറ്റും. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ വിറ്റില്ല, ഇല്ല ഞാനിത് പരാഗണം ചെയ്തിട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുകയാണെങ്കിൽ അയാൾക്കതിന് ഹക്കുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ തത്വം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വലി മുസ്ലിമിൻ മൻ ഇബ്താ അബ്ദൻ ഫമാലുഹു ലില്ലദി ബഅഹു ഇല്ലാ യശ്തരിത്തൽ മുബ്താ. അതേപോലെ തന്നെ ഒരാൾ ഒരു അടിമയെ വിറ്റ് കഴിഞ്ഞാൽ, മൻ ഇബ്താ അബ്ദൻ, ഒരു അടിമയെ ഒരാൾ എന്ത് ചെയ്തു, അത് വാങ്ങി, ഒരു അടിമയെ ഒരാൾ വാങ്ങി, ഫമാലുഹു ലില്ലദി ബഅഹു, അപ്പോൾ ആ അടിമ ഉടമപ്പെടുത്തുന്നതായ പണമൊക്കെ ആരുടേതാണ്, അത് ആ വിറ്റ ആളുടേത് തന്നെയാണ്. ഇല്ല അൻ യശ്തരിത്തൽ മുബ്താ, ഇയാൾ പ്രത്യേകം ആ പണവും കൂടിയാണ് ഞാൻ വാങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അടിമക്ക് അടിസ്ഥാനപരമായി അയാൾക്ക് ഒന്നിനും അവകാശം ഇല്ല എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ അയാൾ എന്ത് സമ്പാദിച്ചാലും ശരി അത് ഉടമക്ക് തന്നെയാണ് ലഭിക്കുക. അത് ഉടമ അയാൾക്ക് വേണം, ഉടമ അയാൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അടിമക്ക് സ്വന്തമായി സമ്പാദ്യം ഉണ്ടാവുകയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടായ വസ്തുക്കൾ വല്ലതും ഉണ്ടായി എന്ന് വിചാരിക്കുക. എന്നിട്ട് ആ അടിമയെ വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ അടിമയോടൊപ്പം അത് ഒരുമിച്ച് കൊടുക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല, ആ അടിമയുടെ ആരാണോ ആദ്യത്തെ യജമാനൻ അയാൾക്ക് തന്നെ അത് ലഭിക്കും. ഇല്ല ഈ ഇഷ്തരത്തിൽ മുഫ്ത, വാങ്ങുന്നവൻ അത് പ്രത്യേക നിബന്ധന വെച്ചിട്ടെങ്കിൽ അല്ലാതെ, അത് അയാൾ പറയും ഈ അടിമയും അയാൾ ഉടമപ്പെടുത്തുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് വേണം എന്ന് പറഞ്ഞാലല്ലാതെ, അല്ലെങ്കിൽ അത് ആദ്യത്തെ യജമാനന് തന്നെയാണ് ലഭിക്കുക എന്നാണ് ഈ ഹദീസിൽ അറിയിക്കുന്നത്. അടുത്ത ഹദീസ്, ഈ ഹദീസും അറായല്ല, അതല്ലാത്ത വിഷയങ്ങളിലാണ്. മിൻ ഗൈരിഹി എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്നതാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇബ്താഅ തആമൻ ഫലാ യബിഉഹു ഹത്താ യസ്തൗഫിയ വഫീ ലഫ്ളിൻ ഹത്താ യഖ്ബിള വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മിസ്ലുഹു. നമ്മളൊരു വസ്തു വിൽക്കുന്നതിന് മുമ്പ് തന്നെ അത് നമ്മുടെ കസ്റ്റഡിയിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നറിയിക്കുന്ന ഹദീസാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നമ്മൾ തുടക്കത്തിൽ എൻ്റെ ഷർത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മിൽക്ക് വേണം, നമ്മുടെ അധീനതയിൽ വേണം, അതിന് ഖബ്ള് വേണം. അതായത് ഖബ്ള് എന്നാണ് അതിന് പറയാം, നമ്മളത് ഉടമപ്പെടുത്തുക, നമ്മുടെ ഇതിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ പറയാണ് മൻ ഇബ്താഅ തആമൻ, ആരെങ്കിലും ഒരു ഭക്ഷണം അത് അവൻ വാങ്ങി, ഫലാ യബിഉഹു, എന്നിട്ട് പിന്നീട് അത് അവൻ വിൽക്കരുത്, ഹത്താ യസ്തൗഫിയഹു വഫീ ലഫ്സിൻ ഹത്താ യഖ്ബിളഹു, അത് അവൻ്റെ കയ്യിലാക്കുന്നത് വരെ എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈത്തപ്പഴം കഴിക്കുന്ന ഒരു തആം തന്നെയാണ്, ഭക്ഷണമാണ്. ഇപ്പോൾ നമ്മളൊരു പാളയം മാർക്കറ്റിൽ പോയി നമ്മളവിടെ കണ്ടു നല്ല സുക്കരി ഈത്തപ്പഴം നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ബോക്സ് ഈത്തപ്പഴം നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ പണം കൊടുത്തു. അവിടെ പറഞ്ഞു 1000 റുപ്യാണ് ഒരു ബോക്സിന്, 3 കിലോ ഉണ്ട്, 1000 റുപ്യാണ്. നമ്മൾ 1000 റുപ്യ കൊടുത്തു. നമ്മളത് അവിടെ നിന്ന് എടുത്തിട്ടില്ല. അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തുനിന്ന് ഒരാൾ നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു നല്ല സുക്കരി ഉണ്ട്, 1100 റുപ്യ എപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ അതേ സ്ഥലത്ത് നിന്ന് തന്നെ എടുത്തത് എന്ത് ചെയ്യാൻ പാടില്ല, വിൽപ്പന നടത്തരുത്. അതാണ് പറഞ്ഞത് ഹത്താ യസ്തൗഫിയഹു, ഇയാൾ ഹത്താ യഖ്ബിളഹു, അയാൾ അധീനപ്പെടുത്തി, അയാൾ അത് അളന്നെടുത്ത്, ഹത്താ യസ്തൗഫിയഹു എന്ന് പറഞ്ഞാൽ അത് അളന്നെടുത്തിട്ടല്ലാതെ എന്നാണ് പറയുന്നത്.
എന്തോ ആകട്ടെ. പിന്നെ ഓയിലാണെങ്കിൽ ഓയിൽ. നമ്മളൊരു സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു 3 ലിറ്റർ വെളിച്ചെണ്ണ വേണം. പറഞ്ഞു വെളിച്ചെണ്ണ 400 രൂപ ഉണ്ട്, 1200 രൂപ എടുത്ത് നമ്മൾ വാങ്ങി. അത് ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ 1000 രൂപയ്ക്ക് കിട്ടിയെന്ന് വിചാരിക്കാം പരിചയക്കാർ. ഇപ്പോൾ വേറൊരാൾ പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്, അയാൾ പറഞ്ഞു 3 ലിറ്റർ വെളിച്ചെണ്ണ അതപ്പോൾ 1100 ഞാൻ തരാം. ഇത് അളന്നെടുത്തിട്ടില്ല, അവിടെ തന്നെയുള്ളത്, ആ വലിയ ക്യാനിൽ തന്നെയാണ് ഉള്ളത്. അളന്നിട്ട് മാറ്റി നമ്മുടെ പാക്കറ്റ് വേറെ ആക്കി വെച്ചിട്ടില്ല എങ്കിൽ നമുക്കത് വിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ അത് വിൽക്കാൻ പാടില്ല. ഹത്താ യഖ്ബുല്ലഹു, അത് നമ്മൾ ഉടമപ്പെടുത്തുന്നത് വരെ എന്നാണ്. ഇവിടെ തആമിന്റെ വിഷയത്തിലാണ് ആദ്യത്തെ ഹദീസ് വന്നതെങ്കിലും അതിനേക്കാളും എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണെന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. മനിബ്താ ഷൈഅൻ ഫലാ യബിഉ ഹത്താ യസ്തൗഫിയ. മനിബ്താ തആമൻ എന്ന് വന്നെടുത്ത് മനിബ്താ ഷൈഅൻ, എന്തു കാര്യമാകട്ടെ ഒരാളത് പർച്ചേസ് ചെയ്തു, ഫലാ യബിഉഹു, അവനത് സെല്ല് ചെയ്യരുത്, വിൽക്കരുത്, ഹത്താ യസ്തൗഫിയഹു, അവനത് അളന്ന് എടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് കാര്യത്തിലെയും അങ്ങനെ തന്നെയാണ് നമ്മൾ വിൽക്കേണ്ടത്. പണ്ഡിതന്മാർ ഇതിൻ്റെ എല്ലാ വശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാറ് വിൽക്കുന്നതാണെങ്കിൽ, കാറാണെങ്കിൽ അതിൻ്റെ കബിൾ, ഓരോന്നിൻ്റെയും കബിൾ വ്യത്യാസമാണ്. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ആണെങ്കിൽ അത് അളന്നിട്ടാണ് എടുക്കേണ്ടത്. ഈത്തപ്പഴത്തിൻ്റെ ഒരു ചാക്കിൽ നമ്മൾ 1 കിലോ, ഇന്ന് കിലോ ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ അളക്കുകയാണ്. നമുക്ക് അത് വിൽക്കണമെങ്കിൽ അത് അളന്നിട്ട് നമ്മളത് മാറ്റി വെക്കണം, നമ്മുടെ കീസ് വേറെ വെക്കണം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വിൽക്കാം. നമ്മൾ വെറുതെ പൈസ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനിയിപ്പോൾ ഓയിൽ പോലത്തെ ആണെങ്കിൽ അത് അളന്നിട്ട് നമ്മുടെ ലിറ്റർ അത് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് വിൽക്കാം. ഇനി എണ്ണി വാങ്ങുന്ന വസ്തുക്കളാണെങ്കിൽ അത് എണ്ണി നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ എണ്ണിയിട്ട് വാങ്ങുന്ന ഒരു വസ്തുവാന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഫ്രൂട്ട്സ് ചിലയിടത്തൊക്കെ എണ്ണീട്ടൊക്കെ വിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബാംഗ്ലൂരൊക്കെ പോയ ചിലയിടത്ത് റോഡ് സൈഡൊക്കെ എണ്ണീട്ടൊക്കെയാണ് വിൽക്കുന്നത്. 5-ന് 100 എന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ 5 കിലോ 100 കിട്ടുന്നൊക്കെ 5 എണ്ണ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ എണ്ണീട്ടുള്ള ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് എണ്ണി നമ്മളത് മാറ്റി വെക്കണം. ഇപ്പോൾ ഓരോന്ന് എണ്ണി കൊടുക്കുന്നതാണെങ്കിൽ അത് എണ്ണി മാറ്റി വെക്കണം, അളന്ന് കൊടുക്കുന്നതാണെങ്കിൽ അത് അളന്ന് മാറ്റി വെക്കണം, തൂക്കി കൊടുക്കുന്നതാണെങ്കിൽ അത് തൂക്കി മാറ്റി വെക്കണം. ഇനി കാറ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അവിടുന്ന് നമ്മളെടുത്ത് വേറെ സ്ഥലത്ത് വെക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഒരു മാറലിൽ നമ്മളൊരു ഇത് കാറൊക്കെ വിൽക്കുന്ന ഒരു അതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങളുണ്ടാവും, യൂസ്ഡ് കാർസൊക്കെ വിൽക്കുന്നതുണ്ടാവും, നമ്മളിവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നമ്മളൊരു കാറ് എന്താക്കി, കച്ചവടമാക്കി. നമ്മളിന്ന് രാത്രി പോയി ഒരു കാറ് കണ്ടു, ഒരു സ്വിഫ്റ്റ് കാറ് കണ്ടു, നമ്മൾ പറഞ്ഞു 5 ലക്ഷം, നമ്മൾ ഉറപ്പിച്ചു. നമ്മളത് അവിടെ നിന്ന് എടുത്തിട്ടൊന്നുമില്ല, അയാളുടെ കസ്റ്റഡിയിൽ തന്നെ നമ്മൾ കച്ചവടം എന്ത് ചെയ്യണം, ഉറപ്പിച്ചു. നമ്മൾ പൈസയും കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. പക്ഷേ കസ്റ്റഡി അയാളുടെ തന്നെയാണ്, അയാളുടെ തന്നെയാണ്, നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ മറ്റന്നാളെ ഒന്ന് എടുക്കുള്ളൂ, നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് വേറൊരാൾക്ക് ഒരു 5.25 നല്ല സ്വിഫ്റ്റ് കിട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് അത് വിൽക്കാൻ പറ്റൂല. മറിച്ച് എന്ത് വേണം, അത് നമ്മുടെ കസ്റ്റഡിയിലേക്ക് വെക്കണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനൊരു ദമാനുണ്ട്, ഇതിനൊരു ഗ്യാരണ്ടി ഉണ്ട്. ഇതിനെന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നാൽ അത് ഏറ്റെടുക്കേണ്ട ഒരാളുണ്ട്, അയാൾക്കാണ് ലാഭമുണ്ടാക്കാനുള്ള അവകാശം ദീനുൽ ഇസ്ലാം കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ ആ എണ്ണ, നമ്മൾ ആദ്യം ഓരോ ഉദാഹരണങ്ങളിലേക്ക് വരാം. നേരത്തെ നമ്മൾ എണ്ണ പറഞ്ഞു, വലിയൊരു ബാരലിൽ നിന്ന് നമ്മൾ ഒരു 3 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തത്. പക്ഷെ നമ്മളത് അളന്നെടുത്തിട്ട് മാറ്റി വെച്ചിട്ടില്ല, നമ്മൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, പിന്നെ ഈ ബാരൽ എണ്ണ അത് ഒന്നാകെ അതിൻ്റെ അകത്ത് വലിയ ഒരു 2 എലി ചത്ത് വീണു, അല്ലെങ്കിൽ 1 എലി ചത്ത് വീണു, അത് ഒന്നാകെ കളയേണ്ട അവസ്ഥ വരികയാണെങ്കിൽ യഥാർത്ഥം നമുക്കൊരു നഷ്ടമില്ല. കാരണം നമ്മൾ 3 ലിറ്റർ വെളിച്ചെണ്ണൻ്റെ പൈസ കൊടുത്താൽ നാളെ വേറെ 3 ലിറ്റർ എണ്ണ നമുക്ക് തന്നേ മതിയാവുള്ളൂ, എന്നാൽ നമ്മളത് അളന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലോ നമ്മുടെ ആ ഒരു ഇത് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. കാരണം നമ്മൾ അയാളെ ഒരു അമാനത്തിൻ്റെ കൈയായിട്ട്, അതായത് സൂക്ഷിക്കാനുള്ള ഒരാളായിട്ട് വെച്ചതാണ്. അയാളൊന്നും ചെയ്തിട്ടില്ല. അയാൾ പിറ്റേന്ന് വരുമ്പോൾ രാത്രി എലി കടിച്ച് ആ എണ്ണയൊക്കെ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ കവർ കടിച്ച് എണ്ണയൊക്കെ അയാൾ എന്ത് ചെയ്യാനാണ്? അയാൾ കൊണ്ടുവന്നല്ലോ എലി, അയാൾ ഒരു കുറവൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് നഷ്ടമുണ്ട്, അപ്പോൾ നമുക്കത് നഷ്ടമുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കാറ്, നമ്മൾ ആ യൂസ്ഡ് കാർ നമ്മൾ അവിടെ വെച്ചെടുത്തോളം കാലം, അവിടെ നാളെ രാവിലെ പോയി ആ കാർ ഒരാൾ അടിച്ചുകൊണ്ടുപോയി, അതിൽ കാറ് കത്തിപ്പോയി, നമ്മളെന്താ പറയുക, നിങ്ങളുടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ പൈസ തന്നെ, എൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറയും അല്ലേ? അങ്ങനെ എന്നാലും നമുക്ക് വിൽക്കുകയാണെങ്കിൽ 5.25 വിൽക്കാൻ തരം കിട്ടി നമ്മളത് വിൽക്കുകയും ചെയ്യും, അയാളുടെ കയ്യിലാണ് സാധനം ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി അനുവദിക്കൂല. ഒന്ന് നീ അത് മാറ്റി മറ്റൊരിടത്ത് കൊണ്ടിടുക, മറ്റൊരിടത്ത് കൊണ്ടിട്ടിട്ട് അത് നിനക്ക് വിൽക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെതാവട്ടെ, അതേപോലെ അളന്ന് തിട്ടപ്പെടുത്തുന്ന എന്തും ആകട്ടെ, തൂക്കി തിട്ടപ്പെടുത്തുന്ന കാര്യമാകട്ടെ, എണ്ണുന്നതാകട്ടെ, അങ്ങനെ മുൻവബിത്തായി നമുക്ക് വ്യക്തമായി അത് പറയപ്പെടുന്നൊരു സാധനം എന്തും ആകട്ടെ അത് ആ നിലക്കാണ്. നമ്മൾ ഖബള് നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് വിൽക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതാണ് ഈ ഹദീസിലുള്ള വിഷയം. അടുത്ത ഹദീസ്, عن جابر بن عبد الله رضي الله عنهما أنه سمع رسول الله صلى الله عليه وسلم يقول عام الفتح. رسول الله صلى الله عليه وسلم عام الفتح
ആ വർഷം, വിജയത്തിൻ്റെ ആ വർഷം, മക്കം ഫത്തൊക്കെ നടക്കുന്ന വർഷം, അത് ഹിജ്റ 8ാമത്തെ വർഷമാണ്. ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികൾ ചില സമയത്ത് ആ ഹദീസ് എപ്പോൾ കേട്ടു, എവിടുന്ന് കേട്ടു എന്നൊക്കെ അതിൻ്റെ സൂക്ഷ്മത കാണിക്കാൻ, അത് അത്രയും അവർ ഓർക്കുന്നു എന്ന് കാണിക്കാനൊക്കെ അതിൻ്റെ ദിഖത്ത്, അതിൻ്റെ അത്രയും സൂക്ഷ്മത അവർ എന്തു പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള സമയത്താണ് പറഞ്ഞത്, ഹജ്ജത്തുൽ വദാഇലാണ് പറഞ്ഞത്, ഇന്ന സ്ഥലത്താണ് പറയുന്നത്, അല്ലെങ്കിൽ മസ്ജിദിലേക്ക് കയറുമ്പോഴാണ് പറഞ്ഞത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർ ആ വർഷം വളരെ കൃത്യമായി ഹിജ്റ 8ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു കേട്ടു എന്നാണ്. അപ്പം അദ്ദേഹം ജാബിർ ബിൻ അബ്ദുല്ല കേട്ടു എന്ന് ആരാ പറയാ? അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന മറ്റൊരു സഹാബി അല്ലെങ്കിൽ താബിഈ, അദ്ദേഹം പറയുന്ന വാക്കാണ്. അൻ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ആമുൽ ഫത്ത്, ആമുൽ ഫത്ഹിന്റെ അന്ന് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമാ പറയുന്നതായിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹു കേട്ടു. എന്താണ് കേട്ടത്? അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ വറസൂലഹു ഹറമ ബൈഅൽ ഖംരി വൽ മൈതതി വൽ ഖിൻസീരി വൽ അസ്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അല്ലാഹുവും അവന്റെ റസൂലും നിഷിദ്ധമാക്കിയിരിക്കുന്നു ബൈഅൽ ഖംർ, കള്ള് വിക്കൽ, വൽ മൈത, മയ്യിത്തിനെ വിക്കൽ അഥവാ ചത്തത്, വൽ ഖിൻസീർ, പന്നി വിൽക്കാൻ പാടില്ല, വൽ അസ്നാം, വിഗ്രഹങ്ങൾ വിൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുമ കേട്ടു എന്നാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഭാഷാ നിയമപ്രകാരം ഇന്നല്ലാഹ വറസൂലഹു, അള്ളാഹുവും അവന്റെ റസൂലും എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറയേണ്ടത്? ഹറമ, അവർ രണ്ടുപേരും നിഷിദ്ധമാക്കി എന്നാണ് ഭാഷാപരമായ അതിൻ്റെ ഒരു നിയമമാണ്. ഇസ്മ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഫിഅല് അതിനനുസരിച്ച് ഒരാളാണെങ്കിൽ ഹറമ, രണ്ടാളാണെങ്കിൽ ഹറമ, ഒരുപാട് ആളാണെങ്കിൽ ഹറമു എന്നൊക്കെ അതിന് മാറ്റം വേണം. പക്ഷേ അള്ളാഹുവും റസൂലും ഉണ്ടായിട്ടും ഹറമ എന്നുള്ള ഏകവചനം മാത്രമാണ് അവിടെ ഉപയോഗിച്ചത്. പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ കാരണം എന്ന് പറയുന്നത് അള്ളാഹും റസൂലും ഒരേ കാര്യം തന്നെയാണ്. അത് അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കിയതും റസൂൽ നിഷിദ്ധമാക്കിയതും എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു കാര്യം അള്ളാഹു നിഷിദ്ധമാക്കിയെന്ന് പറഞ്ഞാൽ റസൂൽ നിഷിദ്ധമാക്കിയെന്നാണ് അതിന്റെ അർത്ഥം. ഹദീസിൽ പ്രത്യേകം കാണേണ്ട ആവശ്യമില്ല. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ഹദീസ് എവിടെയും ചോദിക്കണ്ട, അള്ളാഹു നിഷിദ്ധമാക്കിയെന്നാണ് റസൂൽ നിഷിദ്ധമാക്കിയെന്നാണ് അർത്ഥം. ഇനി ഹദീസിലൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയെന്ന് കണ്ടാൽ നിഷ്പ്രയാസം പറയാം അള്ളാഹു നിഷിദ്ധാക്കി. ഖുർആനിൽ എവിടെയെന്ന് ആരും ചോദിക്കണ്ട. കാരണം മാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അവിടുന്ന് ദേഹേച്ഛ പ്രകാരം ഒന്നും സംസാരിക്കുകയില്ല, ദീനിന്റെ വിഷയമാണ്. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹും റസൂലും രണ്ടുപേരും നിഷിദ്ധമാക്കിയത് ഒന്നാണ്. അതുകൊണ്ടാണ് ഹറമ എന്ന് തന്നെ പറഞ്ഞതാണ്. പിന്നെ വേറൊരു അവിടെയുള്ളൊരു വിഷയം, ഇവിടെ ഇന്നല്ലാഹ വറസൂലഹു, കിതാബ് തൗഹീദിന്റെ ദർസ് ഒരു പക്ഷേ നിങ്ങൾ മുൻപ് കേട്ടത് ഓർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് ഷിർക്കാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ മാഷാ അള്ളാഹു വശീദ്, ഒരിക്കലൊരു സഹാബി അയാൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പറഞ്ഞാണ് മാഷാ അള്ളാഹു വശീദ്, അള്ളാഹുവെ റസൂലെ അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജ്അൽതനി ലില്ലാഹി നിദ്ദ, നീ അള്ളാഹുവിന് എനിക്ക് നിദ്ദാക്കുകയാണോ, പകരക്കാരനാക്കുകയാണോ? ഖുൽ മാഷാ അള്ളാഹ് സുമ്മ ശിഅ്ത്, ഖുൽ മാഷാ അല്ലാഹു വഹ്ദ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉദ്ദേശിക്കുക. അതല്ലെങ്കിൽ മാഷാ അല്ലാഹ് സുമ്മ ശിഅ്ത് എന്ന രൂപത്തിൽ നമുക്ക് പറയാം. ഹദീസിൽ വന്നത് മാഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചു എന്ന് നീ പറയുക എന്നാണ് പറഞ്ഞത്. അഥവാ ഒരു കാര്യം അള്ളാഹുവിനും റസൂലിനെ ഒരുമിച്ച് ചേർത്തി പറയരുത് എന്നാണ് തത്വം. പക്ഷെ അതെവിടെയാണ്? അത് പ്രാപഞ്ചികമായ നിയമങ്ങളുടെ വിഷയത്തിലാണ്. കാരണം പ്രാപഞ്ചികമായ കാര്യങ്ങൾ, അഥവാ ദുനിയാവിൽ മഴ പെയ്യും, അല്ലെങ്കിൽ ഇന്നത് ഉദ്ദേശിച്ചു, അങ്ങനെ ചെയ്തു, ഇതിൽ റസൂലുള്ളാഹിന്റെ പേര് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ മശിയത്തിനോടൊപ്പം റസൂലുള്ളാഹിന്റെ മശിയത്തില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതാണ് നടക്കുക. അത് മാത്രമേ ബാക്കിയുള്ള ആൾക്കും ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ, ഒരുപോലെ ഒരുമിച്ച് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ശർഈ ആയ ഒരു നിയമമാണ്. അതിൽ റസൂലുള്ളാഹിനെ ഒരുമിച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും അതിലില്ല. ശർഈ ആയ ഒരു നിയമമാണ്. കാരണം അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്താണോ അത് തന്നെയാണ് റസൂലുള്ളാഹി നിഷിദ്ധമാക്കുക, റസൂലുള്ളാഹി നിഷിദ്ധമാക്കിയത് എന്താണോ അത് തന്നെയാണ് അള്ളാഹു നിഷിദ്ധമാക്കിയത് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഒരുമിച്ച് പറഞ്ഞത്. ഇന്നല്ലാഹ വറസൂലഹു ഹറമ, നിഷിദ്ധമാക്കി. എന്താണ് നിഷിദ്ധമാക്കിയത്? പറയുന്നു ബൈ അൽ ഖംർ, കള്ള് വിൽക്കുക എന്നുള്ളത്. അപ്പോൾ കള്ള് വിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ ഹുക്ം എന്താണ്? വളരെ വ്യക്തമാണ്. ഹദീസ്, ഇവിടുന്ന് ഹദീസ് നേരെ മനസ്സിലായി, നിഷിദ്ധമാണ്. കാരണം ഹറമ എന്നാണ് പറഞ്ഞത്, നിഷിദ്ധമാണ്. അപ്പോൾ കള്ള് ഒരാൾ വിൽക്കാൻ പാടില്ല. കുടിക്കാതിരുന്നിട്ട് മാത്രം കാര്യമില്ല, കള്ള് അതിൻ്റെ എല്ലാ നിലക്കും നിഷിദ്ധാണ്. അത് കുടിക്കുന്നത് നിഷിദ്ധാണ്, അത് വിൽക്കുന്നത് നിഷിദ്ധാണ്, അത് വാങ്ങുന്നത് നിഷിദ്ധാണ്. അതായത് അതിന്റെ പണം നമ്മൾ അതിന് ചെലവാക്കി വാങ്ങിയത് നിഷിദ്ധാണ്. അതിന് സഹായകം ചെയ്യുന്നല്ല, അതിനുവേണ്ടി ഒരാളെ സഹായിക്കുന്നത് എല്ലാ നിലക്കും നിഷിദ്ധാണ്.
അത് ഉമ്മുൽ ഖബായിസാണ്. എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവാണ്, എല്ലാ മോശത്തരത്തിന്റെയും മാതാവാണ്. കാരണം എല്ലാ തിന്മകളും അതിന്റെ ആരംഭം ഈ ലഹരിയിൽ നിന്നാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഭാഗം അവർ കള്ള് നിഷിദ്ധമായി കാണുന്നില്ലെങ്കിലും അവർക്ക് നമുക്ക് എന്ത് വെക്കാൻ പാടില്ല, അവർക്ക് നമുക്ക് കള്ള് വെക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ സാധുക്കളായ പല മുസ്ലിമീങ്ങളും അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർ ചോദിക്കും നമുക്കല്ലേ അത് പ്രശ്നമുള്ളൂ, മറ്റവർക്ക് കൊടുക്കാമല്ലോ, മറ്റവർ വന്നാലേ കൊടുക്കാം, നമ്മളെ ആളുകൾക്ക് കൊടുക്കണ്ട, അത് കുഴപ്പമില്ലല്ലോ, അവർക്കത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാണ്. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ ദുനിയാവിൽ എല്ലാവർക്കും നിഷിദ്ധം തന്നെയാണ്, ദുനിയാവിൽ എല്ലാവർക്കും അത് നിഷിദ്ധം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അത് വൻ പാപമാണ് എന്നാണ് അതിന്റെ ഹുക്കും, വൻ പാപമാണ് ഹുക്കും. എന്നൊരാൾ പറയാണ് ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കുടിച്ചാൽ അതിൽ കുഴപ്പമൊന്നുമില്ല, കുറേ കുടിക്കുമ്പേ പ്രശ്നമുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല, അങ്ങനെ ചില ആൾക്കാർ വഞ്ചിക്കും അല്ലെ. അങ്ങനെ സാധുക്കളായ ആളുകളെ ഈ ലഹരിയിലേക്ക് പലരും പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ അതിലേക്ക് അടുപ്പിക്കുക. ഇത് കുടിച്ചു, ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് ബിയറാണ്, ഇതിന്റെ പേര് ബിയറാണ്, ഇതിൽ വളരെ 5% ഉള്ളൂ, ഇത് കുറച്ച് കുടിച്ചെന്ന് വെച്ചിട്ട് ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് ആ രൂപത്തിൽ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കള്ളെന്നൊന്നും പറയാൻ പറ്റൂല അല്ലെ. പാമ്പിന്റെ ഇനത്തിൽ ചേരനെ നമ്മൾ വേറെ പറയുന്ന പോലെ അങ്ങനെ പ്രശ്നമല്ല, അതങ്ങനെ വലിയ ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നതല്ല എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ചില ആളുകൾ പറഞ്ഞ് പറ്റിക്കും. വേണം ഒരു ഗ്ലാസ് കുടിച്ചു, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കുടിച്ചാൽ കുഴപ്പമില്ലാത്തത് നമുക്ക് അനുവദനീയമാണോ? വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഫമാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു കാര്യം കൂടുതൽ കുടിച്ചാൽ ലഹരി ഉണ്ടാകുന്നോ അതിന്റെ കുറവ്, ഏറ്റവും ഖലീൽ, കുറവ് കുടിച്ചാൽ നിഷിദ്ധാണ്, ഒരു തുള്ളി കുടിച്ചാൽ നിഷിദ്ധാണ്. അത് നീ ചിലപ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ നിനക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ 2-3 ഗ്ലാസ് കുടിച്ചാൽ നിനക്ക് അതിന്റെ ലഹരി ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തുള്ളിയാണെങ്കിലും നിഷിദ്ധമാണ്. അതാണ് ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ളത്. ഫമാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു കാര്യം കൂടുതലായി ഉപയോഗിച്ചാൽ അത് ലഹരി ഉണ്ടാക്കുന്നതാണോ അതിന്റെ കുറവും അത് ലഹരി തന്നെയാണ്, അത് നിഷിദ്ധം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് കള്ളുണ്ടാക്കുന്നത് ഏത് വിധേനയായാലും അത് നിഷിദ്ധാണ്. കള്ളനിപ്പോ അത് മുന്തിരിച്ചാറൊന്നുണ്ടാക്കിയാലും ശരി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാറ്റിയിട്ടുണ്ടാക്കിയാലും ശരി, അതേത് വിധേനയായാലും നമ്മൾ പരിഗണിക്കുക അവസാനം അത് ലഹരി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മാത്രമാണ്. അതല്ലെങ്കിൽ അത് ഹലാലായ വസ്തുവാണ്, ത്വയ്യിബായ വസ്തുവാണ് അല്ല, അത് ഖംറായി കഴിഞ്ഞാൽ അത് ഖബീസായി അത് മാറി എന്നുള്ളതാണ്. പിന്നീട് മദ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച അൽ ഖംറു നജിസത്തുൻ ഔ താഹിറ. കള്ള് നജിസാണോ അതല്ല ശുദ്ധിയുള്ളതാണോ എന്നാണ്. പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ആ വിഷയത്തിലുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് കള്ള് നിഷിദ്ധമാണ്, യാതൊരു സംശയമില്ല, പക്ഷേ അത് താഹിറത്താണ്. എന്ന് വെച്ചാൽ അത് ശരീരത്തിലോ മറ്റോ ആയാൽ എന്ത് സംഭവിക്കുന്നില്ല, നമ്മുടെ ശുദ്ധിയെ അത് ബാധിക്കുന്നില്ല. അഥവാ നമ്മളത് കഴുകാതെ നമ്മുടെ കാലിൽ ചവിട്ടിപ്പോയി നമ്മൾ കഴുകാതെ നിസ്കരിച്ചാൽ നിസ്കാരമൊക്കെ ശരിയാകും. അതല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ വസ്ത്രത്തിലാറ്റം എന്തെങ്കിലുമൊക്കെ ആയി അത് നമ്മൾ ആ നിലക്ക് നിസ്കരിച്ചാലും ഒക്കെ നിസ്കാരം ശരിയാകും. കാരണം കള്ള് നജിസല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായമായി അദ്ദേഹം പറയുന്നത്. അതിന് തെളിവായി അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കള്ള് നിഷിദ്ധമാക്കിക്കൊണ്ട്, നമുക്കറിയാം കള്ള് ഘട്ടം ഘട്ടമായിട്ടാണ് നിഷിദ്ധമാക്കിയത്. ആദ്യം നിസ്കാരത്തിൽ പാടില്ല എന്ന് പറഞ്ഞു, അവസാനം പൂർണ്ണമായി നിഷിദ്ധമാക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ആ സമയത്ത് നിഷിദ്ധമാക്കിയപ്പോൾ എന്ത് ചെയ്തു, മദീനയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, അവർ അത് ഹലാലാകുന്ന കാലത്താണ്, അവരുടെ ബാരൽ കണക്കിന് അവിടെ കാനുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കള്ളുകൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിഷിദ്ധമാണ് എന്ന് കേട്ട സമയത്ത് പിന്നീട് സഹാബികളൊന്നും നോക്കിയില്ല, അവരെന്ത് ചെയ്തു, ഉടനെ തന്നെ അത് ഒഴിച്ചു കളഞ്ഞു. അത് അങ്ങാടിയിലൊക്കെ ഒഴിച്ചു കളഞ്ഞു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് താഹിറായത് കൊണ്ടാണ്, ശുദ്ധിയുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്, അത് അവരങ്ങനെ ഒഴിച്ചു കളഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളത്. കാരണം നജിസുള്ള ഒരു കാര്യം, നജിസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങാടിയിൽ ആളുകൾ നടന്നു പോകുന്നിടത്തൊന്നും ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. കാരണം മനുഷ്യന്മാർ നടന്നു പോകുന്നതാണ്, അവരെ കാലിനും വസ്ത്രത്തിനൊക്കെ ആകും. അപ്പം അത് ശുദ്ധിയുള്ളതാണ്, അതുകൊണ്ടാണ് അത് ഒഴിക്കാൻ അനുവദിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ അത് എന്തല്ല, അത് ശുദ്ധിയുള്ളതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മസ്അലയുടെ കീഴിൽ വരുന്ന കാര്യമാണ് ആൽക്കഹോൾ കണ്ടന്റുള്ള സ്പ്രേ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്ത് പറയുന്നത്, അത് കുഴപ്പമില്ല, അത് പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയുന്നത്, അത് നജിസല്ല എന്നുള്ള കാരണത്താലാണ്. എന്നാൽ മറ്റുള്ള ഉലമാക്കൾ അത് അങ്ങനെ പാടില്ല എന്ന് തന്നെ പറഞ്ഞ ആളുകളുമുണ്ട് എന്നുള്ളത് സാന്ദർഭികമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇന്നല്ലാഹ ഹറമൽ ബൈ അൽ ഖംർ, കള്ള് വിൽക്കുന്നത് പാടില്ല, വൽ മൈത്ത, മൈത്തത്ത് വിൽക്കാൻ പാടില്ല എന്നാണ്. എന്താണ് മൈത്തത്ത് എന്ന് പറയുന്നത്? നമ്മൾ അറുക്കാതെ സ്വമേധയ അതിന്റെ ജീവൻ അറുക്കാത്ത, നമ്മൾ ശർഈയായ അറവുണ്ട് കഴുത്തിന്, നമ്മളതിന്റെ അറവ് നടത്തും. അതല്ലാത്ത രൂപത്തിൽ മരിച്ചു പോകുന്ന എല്ലാം നമ്മൾ എന്താണ് അതിന് പറയുക, മയ്യിത്തായി എന്നാണ് പറയുക. മയ്യിത്തായി എന്നാണ് പറയുക. അത്
ഒട്ടകാകട്ടെ, ശുദ്ധിയുള്ള വസ്തുക്കളാകട്ടെ, ജീവിതകാലത്ത് അതിൻ്റെ ശുദ്ധിയുള്ള താഹിറായ നമുക്ക് അനുവദനീയമായ എന്ത് മൃഗങ്ങളാകട്ടെ, ഒട്ടകാകട്ടെ, ആടാകട്ടെ, പശുവാകട്ടെ, എന്തുമാകട്ടെ, അത് രക്തമൊഴുകുന്ന ഏത് ജീവിയാണെങ്കിലും മനുഷ്യനൊഴികെ രക്തമൊഴുകുന്ന ശരീരത്തിലൂടെ രക്തധമനികളോടുകൂടി രക്തമൊഴുകുന്ന ഏത് ജീവിയാണെങ്കിലും അത് മയ്യിത്തായാൽ നജിസാകും. പൂച്ച അത് നജിസാവും, മയ്യിത്തായ നജിസാകും. അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഇടയിൽ തവാഫൂൻ, നിങ്ങളുടെ ഇടയിൽ ചുറ്റുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ്. പൂച്ച ഇപ്പോൾ നമ്മുടെ ബെഡിൽ കയറിയാൽ നമ്മുടെ കാലിൻ്റെ ഇടയിലൂടെ നടന്നാലൊന്നും അതെന്താവുന്നില്ല, നജിസല്ല. പക്ഷെ പൂച്ച ചത്ത് ആയാലോ അത് നജിസാണ്. പൂച്ച ചത്ത് കഴിഞ്ഞാൽ അത് നജിസാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാം നജിസാണ്. മനുഷ്യൻ മാത്രമാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ നജിസാവാത്തത്. മനുഷ്യൻ ജീവിതകാലത്തും മരണത്തിന് ശേഷവും നജിസാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ആദരിച്ചതിൻ്റെ ഒരു ഭാഗമാണ് അത്. അപ്പം മയ്യിത്ത് അത് നജിസാണ് എന്നാണ് പറയുന്നത്. അത്തരം നജിസുകൾ വെക്കാൻ പാടില്ല. എന്നാൽ മയ്യിത്തായാലും ഹലാലായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഉപയോഗിക്കലും അനുവദനീയമാണ്, അത് വിൽക്കലും അനുവദനീയമാണ്. ഏതൊക്കെയാണത്? നമ്മൾ അറവ് നടത്താതെ തന്നെ മയ്യിത്താവുന്ന, അറവ് നടത്താതെ പോകുന്നതൊക്കെയാണ് റൂഹ് പോകുന്നതാണ് മയ്യിത്താവുക എന്ന് പറയുന്നത്. ഏതാണ് അനുവദനീയമാകുന്നത്? മത്സ്യമാണ് അല്ലേ? മത്സ്യം അത് അനുവദനീയമാണ്. അതേപോലെ തന്നെ ജറാദ്, വെട്ടുകിളി എന്ന് പറയുന്ന ചെറിയ ചീവിട് പോലത്തെ സാധനമാണ് വെട്ടുകിളി. നമുക്ക് വലിയ കിളിയല്ല, ചെറിയ സാധനം. അത് നമുക്ക് അടിച്ചിട്ട് തന്നെ അതിനടിച്ച് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ജീവൻ പോയിട്ട് അതങ്ങനെ തന്നെ എടുത്തു തിന്നാം. അതല്ലാതെ അത് സ്വന്തമായിട്ട് അവിടെ മരിച്ചാൽ അതെടുത്ത് കഴിക്കും. അതിന്നും അറബ് നാടുകളിൽ കഴിക്കുന്ന ഒരു ജീവി തന്നെയാണ് ജറാദ്, വെട്ടുകിളി എന്ന് മലയാളത്തിൽ പറയുന്ന കാര്യം. അപ്പം മത്സ്യവും അതേപോലെ തന്നെ ജറാദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. അതല്ലാത്ത മയ്യിത്തുകളെല്ലാം നിഷിദ്ധമാണ് എന്നാണ്, അത് വിൽക്കാൻ പാടില്ല. മൂന്നാമത് പറഞ്ഞത് വല്ല ഖിൻസീർ, പന്നി മാംസാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഏറ്റവും അഖ്ബസായ മോശപ്പെട്ട ഒരു ജീവിയാണ് പന്നി എന്ന് പറയുന്നത്. അതിന് പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പന്നി എന്ന് പറയുന്ന ജീവി ഒരു ഗൈറത്തില്ലാത്ത, ഒരു ആത്മരോഷമില്ലാത്തൊരു ജീവിയാണെന്നാണ്. അതിൻ്റെ ഇണയെ മറ്റൊരാൾ വന്ന് ബന്ധപ്പെടുന്നത് കണ്ടാൽ പോലും അതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഇറച്ചികൾ കഴിക്കുന്ന ആളുകൾക്കും അത്തരത്തിലുള്ള ആ അസുഖം ഉണ്ടാകും. അവർക്കൊരു ഗീറത്ത്, ആത്മരോഷം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ പണ്ഡിതന്മാർ അതിൻ്റെ നിഷിദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതല്ലാതെ നമ്മളതിൻ്റെ സയൻറ്റിഫിക് വശം പഠിച്ചിട്ട് അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം തിരിച്ചവർ എന്തെങ്കിലുമൊക്കെ അതിന് ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരും. ഉണ്ടായാൽ നമുക്കെന്താ? തിരിച്ചതിൽ അങ്ങനെ ഉപയോഗം, എന്ത് ഉപയോഗം ഉണ്ടായാലും എന്താ? നിങ്ങൾ എന്ത് സയൻറ്റിഫിക് ഉപയോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയോ അത് മതി. നമുക്ക് വേറൊരു ഇല്ലത്തൊരു കാരണവും ഒരു ഹിക്മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിൻസീറിനെ നിഷിദ്ധമാക്കി എന്നൊരായത്തിൻ്റെ കഷണം തന്നെ മുസ്ലിമീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ മതി. ഇനി ഖിൻസീർ അത് അങ്ങനെ ആക്കിയാൽ 2 പ്രാവശ്യം കുക്കറിലിട്ട് വേവിച്ച് അതിൻ്റെ എല്ലാ ഇരകളും പോവും. അപ്പോൾ ഇരകളാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും മുന്നിൽ നമ്മൾ ഭയങ്കര അതിൻ്റെ ഇത് വർത്താനം പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ചില ആളുകൾ അങ്ങനെ യുക്തിപരമായിട്ട് ആളുകൾ അങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തി നമുക്ക് വലിയ സമാധാനം അതിന് കഷ്ടപ്പെടുന്ന കാണാൻ സാധിക്കും. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. അള്ളാഹു നിഷിദ്ധാക്കി, ലോകങ്ങളെ പടച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ നിഷിദ്ധമാക്കുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യന് ഉപകാരമുള്ളതായിരിക്കും. അത് ഒഴിവാക്കുന്നത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധാക്കുന്നത്. ചില ഉപദ്രവങ്ങൾ ലാഹിറായിരിക്കും, വളരെ വ്യക്തമായി മനസ്സിലാവും, കള്ളിൻ്റെ അതൊക്കെ പോലെ. ചിലത് നമുക്ക് ഹഫിയായിരിക്കും, നമുക്ക് അറിയുകയില്ല. അതുകൊണ്ടുണ്ടാവുന്നത് ചിലപ്പോൾ ഒരു ഹെസ്സിയായ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ദീനിനെ ബാധിക്കുന്നതായിരിക്കും, നമ്മൾ ദീനിനെയും അഖ്ലാഖിനെയും ബാധിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഈ യുക്തിവാദികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ദീനിന് പ്രശ്നം ഉണ്ടാകും, നമ്മളെ തഖ്വ കുറഞ്ഞു പോകും ഇന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതവരെങ്ങനെയാണ് നിങ്ങൾ യോജിക്കൽ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. അതിന് പണിപ്പെടേണ്ട ആവശ്യമില്ല. അള്ളാഹു നിഷിദ്ധമാക്കി, അള്ളാഹു അത് നിഷിദ്ധമാക്കി എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കേണ്ടതാണ്. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. അതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട്, അതായിരിക്കണം. അതിൽ അവന് അഭിമാനം കൊള്ളാനും സാധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവാണ് നിഷിദ്ധാക്കിയത്, മനുഷ്യരാരുമല്ല. ലോകങ്ങളെ പടുത്ത് ലോകങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹു ഒരു കാര്യം നിഷിദ്ധാക്കി, അത് നമുക്ക് പാലിക്കാൻ പറ്റും, ആ ദീനിൽ നമുക്ക് ഉണ്ടാകാൻ സാധിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്ലാമിൽ ഒരു മെമ്പറാകാൻ പറ്റി, മുസ്ലിമായി ജീവിക്കാൻ പറ്റി, അള്ളാഹിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഒരു കാര്യം മാറ്റിവെക്കാൻ പറ്റി. ആരാണ് ഈ ലോകങ്ങൾ മുഴുവൻ അടക്കി ഭരിക്കുന്ന അള്ളാഹുവാണ്. ആ റബ്ബിൻ്റെ ഒരു ദീന് നമുക്ക് പാലിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനം ഉണ്ടാക്കേണ്ട കാര്യമാണ്. ഇവർക്കൊന്നും പറ്റുന്നില്ല. ഇവരൊക്കെ അതിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ദുർബലരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീൻ പുൽകാനും അതനുസരിച്ച് ജീവിക്കാനൊക്കെ തൗഫീക്ക് നൽകിയിട്ടുണ്ട്. അത് വലിയ ശുക്ർ കാണിക്കേണ്ട, നമ്മൾ അഭിമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഈ പറയുന്ന അള്ളാഹിനെ തന്നെ നിഷേധിക്കുന്ന ആളെ മുന്നിൽ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പന്നിമാസത്തിൽ അങ്ങനെ വസ്തുണ്ട് ഇങ്ങനെ വസ്തുണ്ട് ശരിക്കും അങ്ങനെ ഉണ്ട്, ഇങ്ങനെ സയൻറ്റിഫിക് അവിടെ യൂറോപ്പിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്, അമേരിക്കയിൽ നിന്നൊരു ജേണൽ വന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഇത് അസൽ സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് അവർക്ക്
ഇട്ട് കൊടുക്കാതെ നിങ്ങൾ ആൾക്കാർ എന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണമെങ്കിൽ അത് പൊടിയായിട്ട് അവിടെ ഇട്ട് കൊടുക്കാം എന്നല്ലാതെ നമുക്കതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യമായി നിഷിദ്ധമായി പറഞ്ഞത് വല്ല അസ്നാം, വിഗ്രഹങ്ങൾ അത് പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറമെ ആരാധിക്കപ്പെടുന്ന ഷിർക്കിന് സഹായകമാകുന്ന കാര്യമാണ് വിഗ്രഹങ്ങൾ. അതിനെ അവർ ആരാധിക്കാനല്ല, വെറുതെ ഷോക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖാൻ പാടില്ല, നിഷിദ്ധാണ് അല്ലെ. ചിലത് അങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഷോനെ നമ്മൾ വെറുതെ ഷോക്കേസിലൊക്കെ ആരാധിക്കാനല്ല, ഇങ്ങനെ ഒരു കോലം നിഷിദ്ധമാണ്. വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ഒന്നും തന്നെ അത് വിൽക്കാൻ പാടില്ല. പണ്ഡിതന്മാർ അതിനോടൊപ്പമാണ് കുരിശും മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുക എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ കാരണം. അങ്ങനെയുള്ള വസ്തുക്കൾ അതിനുവേണ്ടി ആരാധനകൾക്ക്, അള്ളാഹ്ക്ക് പുറമെ ആരാധനയ്ക്ക് ഷിർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നും തന്നെ നമുക്ക് വിൽക്കാൻ പാടില്ല. അപ്പോൾ ആ നിലക്ക് ഷിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് വിൽക്കാൻ പാടില്ല. ഇത് ഈ പറയുന്നത് പോലെ തന്നെ ചെറിയ ഷിർക്കിൽപ്പെട്ട കാര്യമാണല്ലോ ഉറുക്കുമേലസൊക്കെ. ഒരാൾ ഉറുക്കുമേലസും ഒരു കടയിൽ വിൽക്കുന്നതിന്റെ ഹുക്കും എന്താണ്? ഞാൻ കെട്ടൊന്നുമില്ല, എനിക്കിത് യാതൊരു വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിഷിദ്ധാണ്, അത് വിൽക്കാൻ പാടില്ല. അതേപോലെ തന്നെ അത്തരം ജാറ സമ്പ്രദായങ്ങളൊക്കെ സഹായിക്കാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ കച്ചവടക്കാരുണ്ടാവും. ചിലപ്പോൾ ഓനെ വലിയ അതിൽ വിശ്വാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കച്ചവടം. കാരണം ഇങ്ങനെ ഇവിടുന്ന് എണ്ണ ഇങ്ങനെ പോകും, അങ്ങനെയുള്ള ബറക്കത്തിന് പറഞ്ഞിട്ട് ആളുകളെ ചൂഷണത്തിന് വേണ്ടി നിഷിദ്ധാണ്. കാരണം ഏറ്റവും കുറഞ്ഞത് അത് ബിദ്അത്താണ്. ഷിർക്കിലേക്ക് എത്തുന്ന കാര്യങ്ങളും അതിലുണ്ടാകും. പിന്നെ അതിനുവേണ്ടി ഇനി മെഴുകുതിരിയാണെങ്കിൽ ശരി, അത് പാടില്ല. അത്തരം മെഴുകുതിരികളാണ്. അവിടെ പോയി കത്തിച്ച് മെഴുകുതിരി എത്തിക്ക് അവനെ പ്രാർത്ഥിക്കാനാണ്, അള്ളാഹു അല്ലാത്ത ആളുകളെ മുന്നിൽ പ്രാർത്ഥിക്കാനാണ്, അത് പാടില്ല. അപ്പം അതങ്ങനെ നിഷിദ്ധങ്ങൾക്കായ കാര്യങ്ങൾക്കൊന്നും പാടില്ല. അതിൽ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾ വിഗ്രഹം വിൽക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, ഫഖീല യാ റസൂലല്ലാഹ് അറഅയ്ത ശുഹൂമൽ മൈത, മയ്യത്തിന്റെ കൊഴുപ്പ്, അതിനെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു. സഹാബികൾ അതിന്റെ ചില ഉപയോഗങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ചില മൃഗങ്ങളുടെ കൊഴുപ്പുണ്ട്, നിഷിദ്ധമാക്കിയ ചില മൃഗങ്ങൾ, നിഷിദ്ധമാക്കിയ മൃഗങ്ങളുടെയാണ് നമുക്ക് വിഷയം. അതല്ലെങ്കിൽ നമ്മൾ അർത്ഥത്തിന്റെ നമുക്ക് കൊഴുപ്പെടുക്കാം, പല ഉപയോഗങ്ങൾക്കും നമ്മൾ എടുക്കുന്നുണ്ട്. നിഷിദ്ധമാക്കിയ മൃഗങ്ങളുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൊഴുപ്പുകൾ അവർ പറയുന്നു ഫഇന്നഹു യുത്ലാ ബിഹസ്സുഫുൻ, പഴയ കാലങ്ങളിൽ കപ്പലുകൾക്ക് ഉണ്ടാകുന്ന വിടവുകളൊക്കെ ഈ നല്ല കട്ടിയുള്ള കൊഴുപ്പായിരിക്കും, ഇതുകൊണ്ട് തേച്ചിട്ട് ആ വിടവുകൾ നികത്താറുണ്ട്. പിന്നെ വെള്ളം ഇങ്ങോട്ട് കിടക്കൂല. ഇന്ന് അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല, പഴയ കാലത്തുണ്ട്. വയുദ്ഹനു ബിഹൽ ജുലൂദ്, ഇത്തരം ചില കൊഴുപ്പുകൾ നമ്മുടെ തൊലിക്ക് തേക്കാൻ നല്ലതാണ്, അതിനുവേണ്ടി ഉപയോഗിക്കാറുണ്ട്. വയസ്തസ്ബിഹു ബിഹന്നാസ്, അതേപോലെ ജനങ്ങൾ അവരുടെ മിസ്ബാഹായിട്ട് വെളിച്ചത്തിന് അതിന്റെ മേൽ എന്തെങ്കിലും അത്തരം എണ്ണകളിൽ എന്തെങ്കിലും തിരിയിട്ടിട്ട് തീ കത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് നമുക്ക് പറ്റുമോ? ഫഖാലല്ല ഹു ഹറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ല, അത് നിഷിദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞ വാചകം എന്താണത് ഉദ്ദേശിച്ചത്? മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും വിൽപ്പനയാണോ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത്? അതല്ല, ഇത് ഉപയോഗിക്കുന്നതാണോ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു ഈ പറഞ്ഞ ഹറാമുകളൊക്കെ വിൽക്കുന്നതാണ് നിഷിദ്ധം, അതൊക്കെ ഈ കൊഴുപ്പും വിൽക്കാൻ പാടില്ല. ഇപ്പൊ ഒരാൾ വന്നിട്ട് കപ്പലിന് ഒട്ടിക്കാനുണ്ട്, ഇത് ഒരു കുറച്ച് തരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് വിൽക്കാൻ പാടില്ല, ഇങ്ങനെ വിൽപ്പന മാത്രമാണ് പാടില്ലാത്തത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു അത് നമുക്ക് ഉപയോഗത്തിനാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന്. അത് നമ്മുടേതായ ഉപയോഗങ്ങൾക്ക്, അതായത് നമ്മൾ നജസ്സൊന്നും നമ്മുടെ ശരീരത്തെ ആവാത്ത രൂപത്തിൽ പഴയ കാലത്തൊക്കെ ഈ ഇത്തരം എണ്ണകൾ ഉപയോഗിച്ചിട്ട് ലൈറ്റിനും മറ്റുമൊക്കെ വിളക്കായിട്ടും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല എന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ രണ്ടും എല്ലാ നിലക്കും അതിന്റെ വിൽപ്പനയും നിഷിദ്ധമാണ്, അതിന്റെ ഉപയോഗം മൻഫഅത്തും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഖിലാഫുള്ള ഒരു വിഷയമാണ്. ചില ഈ നജസ് വാങ്ങാനോ വിൽക്കാനോ പാടില്ല, പക്ഷെ മൻഫഅത്ത് പറ്റുമോ, അത് നമുക്ക് ഉപകാരത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ, നമ്മളെന്തെങ്കിലുമൊക്കെ യൂസേജിന് പറ്റുമോ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. വാങ്ങാനും വിൽക്കാനും എന്തായാലും പാടില്ല, പക്ഷേ നമുക്ക് വെറുതെ കിട്ടി, അപ്പം അത് നമുക്ക് നമ്മുടെ സ്വന്തം യൂസേജിന് അതിനൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ വിൽക്കാതെ വാങ്ങാതെ മറ്റൊരാൾക്ക് അത് കൊടുക്കാൻ പറ്റുമോ, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖാതലല്ലാഹു യഹൂദ്, യഹൂദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കട്ടെ. നമുക്ക് ഇപ്പോഴും അത് പറയാനുള്ളത് എത്ര പ്രസക്തമായ വാക്കാണ് യഹൂദികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് പറഞ്ഞ ആ പ്രാർത്ഥന നമുക്ക് ഇപ്പോഴും മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയല്ല. ഖാതലല്ലാഹു യഹൂദ്, യഹൂദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കട്ടെ. ഇന്നല്ലാഹ ലമ്മ ഹറമ അലൈഹിം ശുഹൂമഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ഒരുപാട് അമിതമായ ചോദ്യം, കസ്റത്തു സുആല് കാരണം യഹൂദികൾക്ക് അവരുടെ മതം വളരെ കടുപ്പമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു. വളരെ ഒരുപാട് കാര്യത്തിൽ ചോദിക്കും. അപ്പോൾ അല്ലാഹു എല്ലാം നിഷിദ്ധാക്കി, അവർക്ക് കൊഴുപ്പ് നിഷിദ്ധമാക്കിയിട്ടുണ്ടായിരുന്നു. ചില മൃഗങ്ങളുടെ ഒക്കെ കൊഴുപ്പ് അവർക്ക് നിഷിദ്ധമാക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ജമലൂഹു, അടിയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ജമലൂഹു എന്ന് പറഞ്ഞാൽ അദാബൂഹു, അതിനെ ഉരുക്കി, ആ കൊഴുപ്പിനെ ഉരുക്കി. അപ്പോൾ എന്തായി കിട്ടും? കൊഴുപ്പിനെ ഉരുക്കിയാൽ അത് നെയ്യായിട്ട് കിട്ടും.
എണ്ണയായിട്ട് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? വെണ്ണയല്ലേ സുമ്മ ബാഉ, പിന്നെ എണ്ണ വെക്കും. കൊഴുപ്പാണ് നമുക്ക് നിഷിദ്ധം. സുമ്മ ബാഉ ഫഅകലു സമന, എന്നിട്ട് അതിൽ കിട്ടിയ പൈസ എടുത്തിട്ട് നന്നായി ഭക്ഷണം കഴിക്കും. ഇതാണ് യഹൂദുകൾ ചെയ്തിട്ടുള്ളത് എന്നാണ്. പക്ഷെ ഇന്ന് പല ആളുകളും ഇത് വേറൊരു നിലക്ക് ചെയ്യുന്നതുണ്ട്, പലരും അറിയുന്നില്ല. അത് സൂപ്പർ മാർക്കറ്റൊക്കെ ഉഷാറാണ്, പല നിഷിദ്ധങ്ങളും അതിൽ വിൽക്കുന്നുണ്ട്. ആ വിറ്റ് കിട്ടിയ പണമാണ് അവരെന്ത് ചെയ്യുന്നത്? അതിൽ ഭക്ഷണം. നമ്മൾ ഹലാലായ ചോറും അരിയൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് ചോറ് വാങ്ങാനുള്ള പണം ഉണ്ടാക്കിയത്? ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ഒരുപാട് നിഷിദ്ധങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് വിൽക്കുന്നുണ്ടാവും. അതോ ചിലപ്പോൾ നേർക്കുനേരെ നിഷിദ്ധമായിട്ടുള്ള കാര്യം, അതിൽ ഇടപാടിലുണ്ടാകുന്ന വിഷയങ്ങൾ മാത്രമല്ല, ചില ഇടപാടിൽ പല കാര്യങ്ങളും കൊണ്ട് നിഷിദ്ധങ്ങൾ കലരും. അതുമാത്രമല്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. നേർക്കുനേരെ ഹറാമായ വസ്തുക്കൾ തന്നെ വിറ്റിട്ട്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഗ്രഹങ്ങൾ വിറ്റിട്ട്, അല്ലെങ്കിൽ ഇത്തരം പന്നി മാംസങ്ങൾ അവരെ കടകളിൽ വിറ്റിട്ട് അങ്ങനെ പണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നിഷിദ്ധമാണ് ആ പണം നിഷിദ്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത്തരം ആൾക്കാരുടെ സമ്പാദ്യം നമുക്ക് വഹിക്കാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ സമ്പാദ്യം അത് ഐനായിട്ട് ആ വസ്തു തന്നെ നിഷിദ്ധമാണെങ്കിൽ നമുക്കത് പാടില്ല. ആ വസ്തു തന്നെ നിഷിദ്ധമാണ്. ഉദാഹരണത്തിന്, ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് ഒരു ആടിനെ കൊണ്ടുവന്നു. ആ ആടിനെ നമുക്ക് അറുത്ത് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ മറ്റൊരാളുടെ ബലം പ്രയോഗിച്ചു കൊണ്ടുവന്നു, എന്തൊക്കെ ആകട്ടെ, അങ്ങനെ ഒരാൾ നമുക്ക് തന്നു, അത് നമുക്ക് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് മന്തി വെച്ചെന്നാലും കഴിക്കാൻ പാടില്ല, കാരണം നിഷിദ്ധാണ്. അത് നിഷിദ്ധാണ്. അയാൾ മോഷ്ടിച്ചിട്ട് നല്ല ബിസ്മില്ല എന്നൊക്കെ പറഞ്ഞ് അറുത്തിട്ട് വന്നാലും അത് നിഷിദ്ധാണ്. കാരണം അത് അസ്ല് തന്നെ ഹറാമാണ്, അതൊക്കെ ഹലാലല്ലാത്ത കാര്യമാണ്, മോഷ്ടിച്ചിട്ടാണ്, അത് പാടില്ല. എന്നാൽ ഒരാളുടെ സമ്പാദ്യം നിഷിദ്ധാണ്. അതായത് സമ്പാദ്യം നിഷിദ്ധമുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥനാണ്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദ്യം നിഷിദ്ധമുള്ള, ഈ പറഞ്ഞതുപോലെ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി അതിലൊരുപാട് ഹറാമിന്റെ വരുമാനമൊക്കെ ഉള്ള വ്യക്തിയാണ്. അത്തരം വ്യക്തികൾ ആ പണം ഉപയോഗിച്ചിട്ട് ഒരു വസ്തു നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് കഴിക്കൽ അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് മാത്രമാണെങ്കിലും, അതായത് അയാൾ ഉദ്യോഗം അത് മാത്രമാണെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കൽ നമുക്ക് അനുവദനീയമാണ്. കാരണം ആ വസ്തു നേർക്കുനേരെ നിഷിദ്ധമല്ല, അയാൾ സമ്പാദ്യമാർഗമാണ് നിഷിദ്ധം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിഷിദ്ധമാണ്, ആ സമ്പാദ്യം നിഷിദ്ധമാണ്, അയാൾക്ക് കഴിക്കൽ നിഷിദ്ധമാണ്. പക്ഷെ അയാൾ മറ്റൊരാൾക്ക് കൊടുത്താൽ അവർക്കത് അനുവദനീയമാണ് എന്നാണ്. അതിൽ ഒരുപാട് തെളിവുകളും മറ്റുമൊക്കെ ഉണ്ട്. കാരണം യഹൂദികളുടെ വീട്ടിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നു എന്നാണ്. യഹൂദികൾക്ക് നിഷിദ്ധമായ വരുമാനങ്ങൾ ഒരുപാട് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കയ്യിൽ നിന്നും ഇറച്ചി തന്നെ കഴിച്ചിട്ടുണ്ട്. പിന്നീട് അതിന് താഴെ ചർച്ച ചെയ്യുന്നതാണ് ഹലാലും ഹറാമും മിക്സ് ആയിട്ടുള്ള ഒരു വരുമാനം. അതിൽ പണ്ഡിതന്മാർക്ക് തർക്കമില്ല, അത് ഒരാൾ കഴിക്കാവുന്നതാണ്. എന്നാൽ ഇതിലൊക്കെ വറഇന്റെ ഒരു നിലപാടുണ്ട്. അത് ഒരാൾ വളരെയധികം സൂക്ഷ്മത ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെയുള്ള ഒരാളുടെ പോലും ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതും ഉലമാക്കളിൽ ചിലർ പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. നമ്മൾ വറ കാണിക്കുകയാണ്, ഇങ്ങനെ ഒരു നിഷിദ്ധം വളരെ വ്യക്തമായി നിഷിദ്ധം അയാളുടെ ഇതിൽ വരുന്നുണ്ട് എന്ന് കണ്ടാൽ, ഉദാഹരണത്തിന് ബാങ്ക് ഉദ്യോഗസ്ഥൻ അയാളുടെ വീട്ടിൽ ഞാൻ കഴിക്കൂല എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് യഹൂദികളുടെ ഒരു തന്ത്രമാണ്. അവർക്ക് നേർക്കുനേരെ നിഷിദ്ധമാക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാണ്? അവർ അതിനെ മറ്റൊരു രൂപത്തിലാക്കിയിട്ട് അത് വിറ്റിട്ട് പൈസ ആക്കുകയാണ്. അപ്പോൾ കൊഴുപ്പാണ് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അതിനെ ഉരുക്കി എണ്ണയാക്കി അത് വിറ്റ് പണമാക്കി അതിന് തുന്നു ഫഅകലു സമനഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ യഹൂദികളുടെ പണിയെടുക്കാൻ പാടില്ല, അതിനാണ് ഇത് പറയുന്നത്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഖാതലല്ലാഹുൽ യഹൂദ് ലഅനല്ലാഹുൽ യഹൂദ് ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, അവർ അംബിയാക്കളുടെ ഖബറുകൾ മസ്ജിദാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കുന്ന എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ അത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്, അവർ ചെയ്ത കാര്യത്തിൽ നിന്നും നിങ്ങളെ താക്കീത് ചെയ്യാണ്. അള്ളാഹുവിൻ്റെ ഇബാദത്ത് നിങ്ങൾ ഒരിക്കലും എവിടെ ചെയ്യാൻ പാടില്ല? അമ്പിയാക്കളുടെ ഖബറിന്റെ ഒരിക്കൽ പോയി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അത് യഹൂദികൾ ചെയ്തിട്ടുണ്ട്, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതേപോലെ ഇവിടെ യഹൂദികളുടെ ഈ പണി പറഞ്ഞിട്ട് അവർക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ യഹൂദികളിൽ അവിടെ ഒതുങ്ങുന്ന കാര്യമല്ല, മറിച്ച് അത് നിങ്ങളാരും ചെയ്യരുത് എന്നതിന് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എടുത്തു പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അധ്യായം ബാബു സ്ഥലം. സ്ഥലം എന്ന് പറയുന്ന ഒരു കച്ചവടം, സ്ഥലം ട്രാൻസാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് സ്ഥലം? അത് ഒരു പ്രത്യേക തരം ഇനമാണ്. എന്താണ് സ്ഥലം എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നത്? അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പണം അടച്ചിട്ട് പിന്നീട് വസ്തു വാങ്ങിക്കുന്ന രീതിയാണ് സ്ഥലം എന്ന് പറയുന്നത്. നമ്മളെ ഇൻസ്റ്റാൾമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻസ്റ്റാൾമെന്റിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം വസ്തു മേടിക്കും, പിന്നീട് പണം പലതവണയായിട്ട് കൊടുക്കും. അതിൽ ഹലാലും ഹറാമും ഒക്കെ ഉണ്ട്, അത് വേറെ വിഷയമാണ്. തെറ്റിയാൽ പണം അധികം വരുന്നത് ഹറാമാണ്, അത് വേറെയാണ്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് സാധനം നമ്മൾ ആദ്യം വാങ്ങിക്കും, പണം ഘട്ടം ഘട്ടമായി ഗഡുക്കളായി കൊടുക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്, നേരെ വിപരീതമാണ് സ്ഥലം എന്ന് പറയുന്നത്. പണം ആദ്യം അഡ്വാൻസ് ആയിട്ട് കൊടുക്കും, സാധനം പിന്നീട് 2-3 മാസം അല്ലെങ്കിൽ 2-3 വർഷമൊക്കെ ഒരു കൃത്യമായിട്ടൊരു കണക്കുണ്ടാകും. അതാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ എന്തിനാണ് സ്ഥലം എന്ന് പറയുന്ന രീതിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല
നിശ്ചയിച്ചത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ചും ചില കർഷകർക്കൊക്കെ അത് ഉപകരിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് തോട്ടത്തിൽ വിളവിറക്കാനുള്ള പണമൊന്നുമില്ല, വിത്തിടാനുള്ള പണമില്ല, വിത്തിപ്പോൾ 10,000 റുപ്യക്ക് 1000 റുപ്യക്ക് ലക്ഷങ്ങൾക്ക് വാങ്ങേണ്ടി വരും, അയാളുടെ കയ്യിൽ പണമില്ല. ഇപ്പോൾ ഒരാൾ പറയാണ് ഇത് സ്വാഭാവികമായിട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്, വിളവുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യും, പൈസ കൊടുക്കും. ഈ പൈസ ആർക്ക് ഉപയോഗിക്കാം? ഈ കർഷകന് എളുപ്പമായി ഈ പണം കിട്ടി ഇയാൾക്ക് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത് വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഏതാണോ പ്രൊഡക്റ്റ് അങ്ങനെ അയാൾക്ക് അത് ചെയ്യാനുള്ള എളുപ്പമുണ്ട്. എന്നാൽ ഈ കൊടുക്കുന്ന വ്യക്തിക്കുള്ള ഉപയോഗം എന്താണ്? നേരത്തെ ഇപ്പോഴേ പൈസ കൊടുക്കുമ്പോൾ ഒരുമിച്ച് ആദ്യം കൊടുക്കുന്ന സമയത്ത് ഇയാൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാകും, കാരണം അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുക, അയാൾക്ക് അതിന്റെ ഉപകാരം. രണ്ടുപേർക്കും അതിന് ഉപകാരമുണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ് സ്ഥലം എന്നുള്ളത് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നത് എന്നാണ്. സ്ഥലം നമ്മൾ പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് നമ്മൾ പണം അടക്കുകയും പിന്നീട് വസ്തു 2-3 വർഷം അല്ലെങ്കിൽ 2-3 മാസം അങ്ങനെ പ്രത്യേക നിശ്ചയിച്ചിട്ട് ഇന്ന ഡേറ്റിൽ എന്ന് നിശ്ചയിച്ചിട്ട് വാങ്ങുന്ന രീതിക്കാണ് സ്ഥലം എന്ന് പറയുന്നത്. അതിന്റെ ഉപകാരവും നമ്മൾ പറഞ്ഞു, രണ്ടു കൂട്ടർക്കും അതിന്റെ ഉപകാരമുണ്ട്. നേരത്തെ പേയ്മെന്റ് അടക്കുമ്പോൾ ഇയാൾക്ക് അതിൻ്റെതായ ഒരു ഡിസ്കൗണ്ട് അയാൾക്ക് ലഭിക്കുന്നുണ്ടാകും, കാരണം ഇപ്പോഴത്തെ പൈസയാണ് കൊടുക്കുന്നത്. പിന്നീട് ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഈ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പേയ്മെന്റ് കിട്ടിയാൽ അയാൾക്ക് വസ്തുക്കൾ വാങ്ങിക്കാൻ അത് പറ്റുന്നതാണ്. അതാണ് സ്ഥലം എന്ന് പറയുന്നത്. സലഫ് എന്നുള്ള വാക്കും ഇതിന് ഉപയോഗിക്കാറുണ്ട്. സ്ഥലം എന്നുള്ളത് പൊതുവെ ഇറാഖുകാർ ഉപയോഗിക്കുന്നത് സ്ഥലം എന്നുള്ള വാക്കാണ്. സലഫ് എന്നുള്ളത് പൊതുവെ ഹിജാസുകാർ ഉപയോഗിക്കുന്നതാണ്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പണം അടക്കുന്നു എന്ന അർത്ഥത്തിലാണ്. സലഫ് എന്ന് പറയുന്ന വാക്കിന് അഡ്വാൻസ് പേയ്മെന്റ് എന്ന അർത്ഥവും ഉണ്ട്. നേരത്തെ പണം അടക്കുക എന്നുള്ള അർത്ഥവും ആ വാക്കിന് ഉണ്ട്. ആദ്യം തന്നെ പണം അടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹദീസ് വായിക്കാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. മദീനക്കാർ നല്ല കച്ചവടക്കാരാണ്, പ്രത്യേകിച്ചും അവർ മദീനക്കാർ നല്ല കൃഷിക്കാരാണ്. അല്ലെ, മക്കക്കാർ മുഹാജിറുകൾ നല്ല കച്ചവടക്കാരായിരുന്നു, മദീനക്കാർ നല്ല കൃഷിക്കാരായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തി. വഹും യുസ്ലിഫൂന ഫിസ് സിമാർ അസ്സനത വസ്സനതൈൻ വസ്സലാസ്. അവർ ഇങ്ങനെ കായ്കനികളിൽ, ഈത്തപ്പഴമാണ് പ്രധാനമായിട്ടും, അതിലവരെന്ത് ചെയ്യാറുണ്ട്, അവർ സലഫ് ചെയ്യാറുണ്ട്. അത് യുസ്ലിഫൂൻ എന്നാണ് ഉപയോഗിച്ചത്, കാരണം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഹിജാസിലാണ്, മക്കയിലാണ്. അപ്പോൾ മക്കയിലുള്ള പ്രയോഗം നമ്മൾ പറഞ്ഞു സലഫ് എന്നാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് യുസ്ലിഫൂൻ എന്ന് പറയുന്നത്. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ സ്ഥലം കച്ചവടം നടത്തിയെന്നാണ്. യുസ്ലിഫൂന ഫിസ്തിമാർ അസ്സനത വസ്സനതൈനി വസ്സനതൈനി വസ്സലാസ് എന്ന് പറഞ്ഞാൽ യുസ്ലിഫൂന ഫിസ്തിമാർ അസ്സനത വസ്സനതൈനി വസ്സലാസ് എന്ന് ഇപ്പം പണം കൊടുത്തിട്ട് ഒന്നുകിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് സാധനം കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പൊ അവിടെ ആ സ്ഥലമിന്റെ കണ്ടീഷനിൽപ്പെട്ട കാര്യമാണ് പണം അപ്പോൾ തന്നെ കൊടുത്തിരിക്കണം. അപ്പോഴാണ് എന്താകാൻ പറ്റുള്ളൂ, സ്ഥലമാകാൻ പറ്റുള്ളൂ. പണവും ഇല്ല, സാധനവും ഇല്ല, അങ്ങനെ ഒരു കച്ചവടം പറ്റൂല. ഞാൻ പറയണത് ഈ വസ്തുത ഞാൻ 1000 റുപ്യക്ക് എനിക്ക് വിൽക്കണം, 1000 റുപ്യ ഇല്ല, സാധനം ഇപ്പോൾ വാങ്ങുന്നില്ല, അടുത്ത മാസം എനിക്കിത് 1000 റുപ്യക്ക് വിൽക്കണം എന്ന് പറഞ്ഞിട്ടൊരു കച്ചവടം ചെയ്യാൻ പറ്റൂല. ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സാധനം കിട്ടി പൈസ പിന്നെ തരും എന്നുള്ള നിലക്കാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൈസ ആദ്യം കൊടുത്ത് പിന്നീട് സാധനം തരുന്ന രീതിയിലാകാം. മറ്റേ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഓർഡർ കൊടുക്കാം. ഓർഡർ എടുത്തിട്ട് കച്ചവടം പിന്നെ വേറെ നടക്കണം. ഇങ്ങനെ ഒരു വസ്തു കിട്ടുമോ എന്ന് ഓർഡർ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നോക്കാം, ആ സാധനം വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണോ, അത് വേണം, എന്നിട്ട് കച്ചവടം നടത്താം. അതല്ലാതെ കച്ചവടത്തിന് പണമില്ല സാധനം ഇല്ലാതെ ആദ്യം ഒരുമിച്ച് നടത്താൻ പാടില്ല എന്നാണ്. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്, അഡ്വാൻസ് പേയ്മെന്റ് നടക്കുകയാണ്. യുസ്ലിഫൂന ഫിസ്തിമാരി അസ്സനത വസ്സനതൈൻ വസ്സലാസ്, 1, 2, 3 വർഷത്തിനൊക്കെ അങ്ങനെ നടത്തം അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അതിന്റെ ചില നിബന്ധനകൾ പറഞ്ഞു കൊടുക്കാൻ. അത് പറഞ്ഞു കൊടുക്കാൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് സ്ഥലം നടത്തുന്ന സമയത്ത് അതിന്റെ ഒരു നിബന്ധനയിൽപ്പെട്ടതാണ് സ്ഥലം എപ്പോഴും മൗസൂഫുൻ ബിസിമ്മയായിട്ടുള്ളൊരു വസ്തുവിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയ്ഉൻ മുഅയ്യൻ, ഒരു പ്രത്യേക പ്രൊഡക്റ്റിൽ ഒരിക്കലും സ്ഥലം പറ്റൂല. ഉദാഹരണത്തിന് ഇന്ന ഈന്തപ്പന കാണിച്ചിട്ട് ഒരാൾ പറയാണ് ഈ ഈന്തപ്പനയിൽ നിന്ന് എനിക്കെന്ത് വേണം, എനിക്ക് ഒരു 10 സാ അല്ലെങ്കിൽ ഒരു 100 സാ എനിക്ക് ഈത്തപ്പഴം വേണം, ഞാനിത് അതിന്റെ പേയ്മെന്റ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ഥലം കച്ചവടം പറ്റൂല. കാരണം ആ ഈന്തപ്പഴം ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, അത് ഇയാൾക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ്. അപ്പം അത് അനുവദിക്കുന്നില്ല. മറിച്ച് നമുക്ക് എന്ത് പറയാം, ഇന്ന ക്വാളിറ്റി അജുവ ഫസ്റ്റ് ക്വാളിറ്റി അതെനിക്ക് എന്ത് വേണം, ഇന്ന ഡേറ്റിൽ റമദാൻ 1 എനിക്ക് കിട്ടണം. കാരണം എനിക്ക് ഹറമിൽ ഞാനിങ്ങനെ ആളുകൾക്ക് ഈത്തപ്പഴം കൊടുക്കുന്ന ഇതാണ് എൻ്റെ പരിപാടി. ആളുകൾക്ക് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം കൊടുക്കും. ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി അജുവ എനിക്ക് കിട്ടണം, അത് റമദാൻ 1. അതെല്ലാം അയാൾ പറയുകയാണ് എനിക്ക് ഷാബാൻ അവസാന ദിവസം ഡേറ്റ് വളരെ കൃത്യമായി പറഞ്ഞു, 30 അല്ലെങ്കിൽ 29 അന്ന് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഡേറ്റ് കൃത്യമായി പറയാണ് എനിക്ക് പറയുന്നു.
അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇന്ന മരത്തുനിന്ന് അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ നിന്ന് എന്ന് പറയുന്നില്ല. അത് അനുവദനീയമല്ല. എന്തുകൊണ്ട്? അത് വാങ്ങുന്നതിന് തന്നെ നഷ്ടമാണ്. കാരണം ആ മരം എങ്ങാനും അള്ളാഹിന്റെ ഖദർ കൊണ്ട് അത് നശിച്ചു വയ്ക്കുന്നാൽ കഴിഞ്ഞു. കാരണം ആ മരം പോയി, ഇനി ആ മരത്തിനൊന്നും ഉണ്ടാവില്ല. പൈസ നേരത്തെ കൊടുത്തു, ഈ മരത്തിലാണ് ചോദിച്ചത്, അതില്ല. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? മൗസൂഫുൻ ബിസിമ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രൊഡക്റ്റ് അല്ല, നമ്മളൊരു ക്വാളിറ്റി, അതിന് വസ്തുക്കൾ പറഞ്ഞിട്ട് ആ വസ്തു വെക്കുന്ന ഏത് വസ്തു എനിക്ക് കിട്ടിയാൽ മതി എന്നാണ്. അപ്പോൾ അതാണ് സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാറിൻ്റെ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാറ്, പ്രത്യേക കാറ് ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഇപ്പം പൈസ തന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് വേണം എന്ന് പറയരുത്. കാരണം അത് പ്രത്യേക വസ്തുവാണ്. എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ, പൈസ കൊടുത്തിട്ട് അയാൾക്ക് പറയാം, ഒരു 6 മാസം കഴിയുമ്പോൾ എനിക്ക് ഈ മോഡലിൽ വളരെ വ്യക്തമായി എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ട് അയാൾക്ക് വാങ്ങണമെങ്കിൽ അത് വാങ്ങാവുന്നതാണ് എന്നാണ് പറയുന്നത്. കറക്റ്റ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അത് വസ്തു പറയാൻ പറ്റുന്ന വസ്തുക്കളിൽ മാത്രമേ സ്ഥലം പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പറഞ്ഞിരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നിബന്ധനയിൽപ്പെട്ടതാണ് അതിൻ്റെ അജല് വ്യക്തമായിരിക്കണം. എപ്പോഴെങ്കിലും വന്നിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അത് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരാൾ പറയാണ്, എനിക്ക് ഇത്ര 100 ദിർഹം ഞാൻ തന്നു, എനിക്ക് 100 ബുറു വേണം, ഗോതമ്പ് വേണം. അത് സെയ്ദ് നാട്ടിൽ വന്നാൽ, സെയ്ദ് എപ്പോഴാണ് നാട്ടിൽ വരിക അതിന് കണക്കില്ല, സെയ്ദ് ചിലപ്പോൾ എപ്പോഴേലൊക്കെ വരും. അപ്പം അതൊരു അജല് മഅലൂമല്ല, ഒരു മഅലൂമായ അജല് വേണം, ഒരു വ്യക്തത വേണം. അത് ഹദീസിലൂടെ പറയുന്നത്, വാചകം ഞാൻ വായിക്കാം. അതിന് മഅലൂമായ സമയം വേണം, ഇന്ന ടൈമിൽ ആണ് എന്ന് പറയണം. അതാണ് സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തിരുന്നു, ഒരു പ്രത്യേകമായിട്ടുള്ള മരത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേക വസ്തുക്കളെ വെച്ചിട്ട് സ്ഥലം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കൊരു തൗജീഹ്, ഒരു ഗൈഡൻസ് കൊടുത്തു. മൻ അസ്ലഫ ഫി ഷൈഇൻ ഫൽയുസ്ലിഫ് ഫി കൈലിൻ മഅലൂം വവസ്നിൻ മഅലൂം ഇലാ അജലിൻ മഅലൂം. ആരെങ്കിലുമൊക്കെ സ്ഥലം കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ഥലം രണ്ടും ഒന്ന് തന്നെ, അസ്ലഫ എന്നും അസ്ലമ എന്നും പറയാറുണ്ട്. സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ അസ്ലമ എന്ന പദം ഉപയോഗിക്കും. അസ്ലഫ എന്നുള്ളത് സലഫ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ഹദീസിൽ അസ്ലഫ എന്നാണ് ഉപയോഗിച്ചത്. മൻ അസ്ലഫ ഫി ഷൈഇൻ, ആരെങ്കിലും ഒരു സ്ഥലം കച്ചവടം ചെയ്യുകയാണെങ്കിൽ, ഫൽയുസ്ലിഫ്, സ്ഥലം കച്ചവടമല്ല കേട്ടോ, മാറിപ്പോലെ, സ്ഥലം കച്ചവടം. ആരെങ്കിലും ഒക്കെ ഒരു സ്ഥലം കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഫൽയുസ്ലിഫ് ഫി കൈലിൻ മഅലൂം, അളന്നെടുക്കുന്നതാണെങ്കിൽ ഒരു കൈലിൻ മഅലൂം, ഇന്ന ഇത്ര സാ എന്ന് വളരെ കൃത്യമായിട്ട് പറയണം. എനിക്ക് ഇത്ര സാ ആണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായി പറയണം. വവസ്നി മഅലൂം, ഇവിടെ വാ ഉപയോഗിച്ചത് ആൻഡ് എന്നുള്ള അർത്ഥത്തിലല്ല, ഔ എന്നുള്ള, ഓർ എന്നുള്ള അർത്ഥത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇത് രണ്ടും കൂടി ഒരുമിക്കുകയില്ല. ഒന്നുകിൽ അളക്കുന്ന വസ്തുവായിരിക്കും, അല്ലെങ്കിൽ തൂക്കുന്ന വസ്തുവായിരിക്കും. അപ്പോൾ അളക്കുന്നതാണെങ്കിൽ അതിൻ്റെ അളവ് കൃത്യമായിരിക്കണം, തൂക്കുന്നതാണെങ്കിൽ അവിടെ തൂക്കം കൃത്യമായിരിക്കണം. ഇലാ അജലിൻ മഅലൂം, അതേപോലെ ഏത് ഡേറ്റിലാണ് ഇത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് അതും എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ട് പറയണം. അങ്ങനെ അവൻ ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അത് രണ്ടു കൂട്ടർക്കും അവരുടെ കച്ചവടം അത് സേഫ്റ്റി ഉണ്ടാവാനും പരസ്പരം വിദ്വേഷവും വക്കാണോ ഒക്കെ പിന്നീട് ഉണ്ടാകാതിരിക്കാനുമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലെങ്കിൽ ഏത് സാധനം എപ്പോൾ പറഞ്ഞു, ഞാൻ തരാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു വർത്താനം ഉണ്ടാവരുത്. ഇന്ന ഡേറ്റിനാണ് എനിക്ക് കിട്ടേണ്ടത്, ഇത്രയാണ് വേണ്ടത്, നിങ്ങൾ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ എന്താ, ഇവൻ നേരത്തെ ബുക്ക് ചെയ്ത ആളായിരിക്കും, പക്ഷെ അതിനേക്കാളും വില വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഓന് മറിച്ചു കൊടുക്കും. എന്താ നിങ്ങളെ സാധനം ഇല്ല, ഇത്രേ ഉള്ളൂ, അത് പറയരുത്. വളരെ കൃത്യമായിട്ട് എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി, 1000 ലിറ്റർ വെളിച്ചെണ്ണ വേണം. ഇപ്പോൾ വെളിച്ചെണ്ണക്ക് വില കൂടുതലാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യാൻ, ഇപ്പം തന്നെ ഒരു കർഷകന്, തെങ്ങക്കുള്ള നാളികേര കർഷകർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അല്പം തന്നെ 1000 കിലോ വെളിച്ചെണ്ണക്കുള്ള പണം അയാൾ എന്ത് ചെയ്യാണ്, കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇത്ര 1000 ഉറുപ്പ്യ അയാൾ കൊണ്ടുപോയി കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഉറുപ്പ്യ കൊണ്ട് കൊടുത്തു. എനിക്ക് പറഞ്ഞു, ഇതാ ഈ പറയുന്ന ഡേറ്റിന്, ഈ വരുന്ന ഡിസംബറിന് എനിക്കിത് കിട്ടണം, 1000 ലിറ്ററാണ്. അപ്പോൾ ലിറ്റർ വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കെയിലാണ്, അളക്കുകയാണ്, വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അജലുൻ മഅലൂം, ഡേറ്റും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കച്ചവടം നടത്താം. അതല്ലാതെ അത് ഇത്ര വേണം എന്ന് കണക്കില്ലാതെ പറയാനും പാടില്ല, അതല്ലെങ്കിൽ ഡേറ്റ് ഇല്ലാതെ പറയാനും പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് സ്ഥലം കച്ചവടം. ആ രൂപത്തിലുള്ള കച്ചവടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, അത് അനുവദിക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് ഈ അളക്കുന്നതും തൂക്കുന്നതും വസ്തുക്കളിൽ മാത്രമല്ല, മറിച്ച് എല്ലാ വസ്തുക്കളും അങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് മൗസൂഫും ബിദ്ദിമ്മ, ഒരു പ്രത്യേക വസ്തു വെക്കാൻ പാടില്ല. ഈ മൊബൈൽ നമുക്ക്, ഇന്ന മൊബൈൽ ഇതൊരു സ്പെസിഫിക് മൊബൈലാണ്, ഇത് നമുക്ക് സ്ഥലം കച്ചവടത്തിൽ പറ്റൂല. കാരണം ഇത് ഷെയ്ഉൻ മുഅയ്യനായി, നമുക്ക് മൗസൂഫും ബിദ്ദിമ്മ, ഇന്ന ടൈപ്പ് എന്ന് ആണ് പറയാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പശുവിനെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പോത്തിനെ കാണിച്ചിട്ട് അതിനെ ഞങ്ങൾക്ക് ഇന്ന ഡേറ്റിൽ തരണം, ഞാനിത് പൈസ ഇന്ന് തരുന്നു എന്നാണ്, അത് സ്ഥലം കച്ചവടം എന്ന് പറയാൻ പറ്റൂല. സ്ഥലം എന്ന് പറയുന്നത് നമുക്കൊരു പറയാം, ഇന്ന് ഏകദേശം 2 വയസ്സ് തികഞ്ഞ ഒരു പോത്ത് ഉദ്ഹിയത്തിനാകുന്ന സമയത്ത് എനിക്ക് എന്ത് വേണം, ദുൽഹിജ്ജ അത് 10-ന് എനിക്ക് എന്ത് ചെയ്യണം, അത് കിട്ടണം. ദുൽഹിജ്ജ 10-ന് എനിക്ക് കിട്ടണം.
അറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അത് ഓക്കെയാണ്. ദുൽഹിജ്ജ 10 2 വയസ്സ് തികഞ്ഞ ഒരു പോത്ത്, അത് ചിലപ്പോൾ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോത്ത് പല ടൈപ്പ് ഉണ്ടാവും. അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം, എന്താണ് അതിൻ്റെ രീതി. പിന്നെ എന്നാൽ മറ്റേ ആന്ധ്രാപ്രദേശിലെ പോത്താണ്, ബംഗാളിലെ പോത്താണ് എന്ന് പറഞ്ഞ ചർച്ച ഉണ്ടാവരുത്. വളരെ വ്യക്തമായിട്ട് വസ്തു പറഞ്ഞു കൊടുത്ത് ആ സാധനം പറഞ്ഞു കൊടുത്തതിനാൽ അതെന്ത് ചെയ്യാണ്, അനുവദനീയാണ്. അതാണ് ബൈ സ്ഥലം എന്ന് പറയുന്നത്, സ്ഥലം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം ബാബു ഷുറൂത്ത് ഫിൽ ബൈ, കച്ചവടത്തിൽ നമ്മൾ ഷർത്തുകൾ വെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതല്ല അനുവദനീയമായതും നിഷിദ്ധമായതുമായ ഷർത്തുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇല്ല, അത് പറ്റൂല. അത് സ്ഥലക്കച്ചവടം അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ടോക്കൺ കൊടുത്തിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണല്ലോ. സ്ഥലക്കച്ചവടം നമുക്ക് ഒന്നുകിൽ ബ്രോക്കറാവാം, അനുവദനീയമാണ്. നമുക്ക് ബ്രോക്കറായി പ്രവർത്തിക്കാം. ഒരു സ്ഥലം ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് 10 ലക്ഷം റുപ്യൻ്റെ സ്ഥലമാണ്, എനിക്ക് എൻ്റെ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ 1% ആണ്, എനിക്ക് 10,000 റുപ്യ വേണം എന്ന് പറഞ്ഞിട്ട് ബ്രോക്കറേജ് ഒരാൾക്ക് വാങ്ങാം. തെറ്റുള്ള കാര്യമല്ല, അനുവദനീയമാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യാണ്, 10 ലക്ഷം റുപ്യൻ്റെ ഒരു സ്ഥലം അവിടെ കണ്ടിട്ട്, ഏകദേശം കണക്ക് വരാണ്, 10 ലക്ഷം റുപ്യൻ്റെ സ്ഥലം കണ്ട് അയാൾ വെറുതെ ഒരു 1000 കൊടുത്തിട്ട് എന്ത് ചെയ്തു, അത് ബുക്ക് ചെയ്ത് വെച്ചു. പിന്നെ അത് വേറെ ആയിരിക്കും പോകില്ല, അയാളവിടെ ബുക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇയാൾ പരസ്യം വേറെ എവിടെയും കൊടുത്തു, വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ് കൊടുത്തു, ഇവിടെ ഒരു സ്ഥലമുണ്ട്, അത് നമുക്ക് 11 ലക്ഷത്തിന് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അത് ബ്രോക്കറാവാം. മറ്റേ ആളായിട്ട് മുട്ടിച്ചു കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന പൈസ അത് വാങ്ങിക്കാം. അതല്ലാതെ ഇയാൾക്ക് വിൽക്കാൻ പറ്റൂല. വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കട ആയിട്ടാണെങ്കിൽ ഇയാൾ വാങ്ങണം. കട ആയിട്ടാണെങ്കിൽ പൈസ ഫുള്ള് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വാങ്ങൽ നടക്കണം. അതായത് വാക്കാൽ നടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ ഉദ്ദേശിക്കുന്നത്. പേപ്പർ ആക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ സേഫ്റ്റിയാണ്, ഇവിടുത്തെ രാജ്യത്തിൻ്റെ നിയമമാണ്. നമ്മളത് കച്ചവടം നടക്കണം. എന്തിനായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ദോഷങ്ങളൊക്കെ ഈ സ്ഥലത്തിനുണ്ടായിക്കൂടെ. അവിടെ ആ സ്ഥലത്തിന് നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു സ്ഥലമാണ്, ഒരു മലഞ്ചേരുവാന്ന് വിചാരിക്കും, നല്ല ഉറച്ച സ്ഥലമായിട്ട് നമ്മൾ വിചാരിച്ചതാണ്. അതങ്ങ് ഇടിഞ്ഞിട്ട് അങ്ങ് പോയാൽ ഇതായിരിക്കാണ് നഷ്ടം. ഇവൻ പറയാം, ഞാൻ ടോക്കൺ അഡ്വാൻസ്, എൻ്റെ 1000 റുപ്യ മാത്രമേ എനിക്ക് നഷ്ടമുള്ളൂ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ ലാഭം കിട്ടിയാൽ 11 ലക്ഷത്തിനെ വിൽക്കുകയും ചെയ്യും. അത് പറ്റൂല. അത് ആ 10 ലക്ഷത്തിൻ്റെ മുതലിൻ്റെ ആൾക്ക് മാത്രമേ ആ നഷ്ടവും ലാഭമൊക്കെ അയാൾക്ക് പറ്റുള്ളൂ. ഇനി അതല്ല, ഇവനിത് കടം പറഞ്ഞിട്ടാണെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അത് വിൽക്കാം. ഇനി ഈ സമയത്ത് ഇതിന് വല്ല ഇടിവുണ്ടായി നഷ്ടപ്പെട്ടാലും ഇവനിത് കടക്കാരൻ തന്നെയാണ്. ഞാനത് വർക്കൊന്നുമില്ല, എനിക്ക് വേണ്ടാന്ന് ഇനി പറയാൻ പറ്റൂല. അത് പേപ്പർ വർക്കില്ലെങ്കിൽ നാളെ അള്ളാൻ്റെ അടുത്ത് അയാൾ മറുപടി പറയേണ്ടി വരും. നമ്മളൊരു പേപ്പർ ഇപ്പം നിൻ്റെ പേര് തന്നെയാണ്, അത് നഷ്ടം നിനക്ക് തന്നെയാണ്, ഞാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് വേണ്ട എന്ന് പറയരുത്. കച്ചവടം നടത്തി നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ, അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഖിയാറുൽ മജ്ലിസ് ഉണ്ട്, അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേണ്ടാന്നൊക്കെ തിരിച്ചു പറയാം. പക്ഷെ നമ്മൾ പിരിഞ്ഞു പോയി അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് നഷ്ടം വന്ന് നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ 10 ലക്ഷം അയാൾക്ക് കൊടുക്കണം. അത് നഷ്ടപ്പെട്ടു. വീടിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു വീട് ഇതേപോലെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോഴും നമുക്ക് എന്ത് വേണം, നമ്മൾ നമ്മുടേതാക്കണം. നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടേതാക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ അഡ്വാൻസ് മാത്രം, ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് അത് മറിച്ച് വിൽക്കാൻ നമുക്ക് പറ്റൂല. നമുക്ക് വേണമെങ്കിൽ ബ്രോക്കറേജ് വാങ്ങിക്കാം. ബ്രോക്കറേജിന് പരിധിയുണ്ട്, വിൽപ്പനക്ക് ലാഭമുണ്ട്. ലാഭം കിട്ടുക നഷ്ടം സഹിക്കാൻ പറ്റുന്ന വ്യക്തിക്ക് മാത്രമാണ്. അതല്ലാത്തവൻ ലാഭത്തിന് നിൽക്കരുത്, അതിന് ബ്രോക്കറേജ് അതിൻ്റെ മാന്യമായ 1% ഇട്ടുള്ളൂ. പക്ഷെ ലാഭം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാൽ 10 ഉള്ളത് 11 ലക്ഷമായി. 10% അവിടെ, അല്ലേ, എന്താ പറയുക, 10 എന്നോ അല്ല 110 എന്നോ ഇത്ര പറയുക, അത് അത്രയും അയാൾക്ക് കിട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അതെ. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ബാബു റിബയിൽ വരുന്ന കാര്യമാണ്, അല്ലേ. സ്വർണത്തിൻ്റെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണെന്ത്, സ്വർണം വാങ്ങുന്ന സമയത്ത് നമ്മൾ മാസാമാസം, അതെല്ലാ ജ്വല്ലറി ഉണ്ട്, ഞാൻ പ്രത്യേകിച്ച് ജ്വല്ലറിയുടെ പേര് പറയുന്നില്ല, എല്ലാ ജ്വല്ലറിയിലും ആ സംവിധാനങ്ങളുണ്ട്. മുസ്ലിങ്ങൾ പൊതുവെ മുസ്ലിം മാനേജ്മെൻ്റ് ആയിട്ടുള്ള ജ്വല്ലറിയിലൊക്കെ സമീപിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. മാസാമാസം നമ്മളൊരു നിശ്ചിത തുക, ഉദാഹരണത്തിന് മാസത്തിൽ 5000 റുപ്യ കൊടുത്താൽ മതി. നമ്മളൊരു 12 മാസം അല്ലെങ്കിൽ 14 മാസം ആകുമ്പോൾ ഏകദേശം 1 പവൻ്റെ പണമൊക്കെ ആയി, ഇപ്പോൾ എത്ര നമുക്ക് ഓർമ്മയില്ല, അപ്പോൾ അത്ര ആകും. അപ്പോൾ 2 വർഷം ആകുമ്പോൾ മകൾക്ക് വയസ്സ് 18 ആയിട്ടുള്ളൂ, ഇപ്പോൾ 20 വയസ്സ് കെട്ടിക്കാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്പോഴേക്കും ഒരു 2 പവൻ്റെ പൈസ ആകും എന്ന് വിചാരിച്ചിട്ട് മാസം പൈസ കൊടുത്തിട്ട് ശരി പാടില്ല എന്നുള്ളതാണ്. കാരണം സ്വർണം നമ്മളെപ്പോഴാണോ വാങ്ങിക്കുന്നത് അപ്പോഴേ അതിൻ്റെ പൈസ കൊടുക്കാവും, അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അപ്പോൾ വാങ്ങണം എന്നാണ്. ഇപ്പോൾ വേറെ ചിലർ പറയും, അപ്പോൾ അതാത് മാസത്തിലെ റേറ്റ് അനുസരിച്ച് നമ്മളത് അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടും കാര്യമില്ല. സ്വർണം കൈപ്പറ്റേണ്ടത് തന്നെയുണ്ട്. ഇനി നമുക്കിതിവിടെ എന്താ ചെയ്യാൻ പറ്റുക,
ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അതാത് മാസത്തിലുള്ള കുറഞ്ഞ ഗ്രാം നമ്മൾ വാങ്ങിക്കേണ്ടി വരും. പിന്നീട് അവസാനം എല്ലാം കൂടി ആ ഗ്രാം മൊത്തം കൊടുത്തിട്ട് ഒരു ആവരണം ഉണ്ടാക്കി തരാൻ പറയേണ്ടി വരും. അല്ല 1/4 പവൻ വാങ്ങിച്ച് അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വരും. എന്നതല്ലെങ്കിൽ ഈ പൈസ നമ്മൾ വേറെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങേണ്ടി വരും. ഈ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. സമയമില്ല. ശരി. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു